മുഹ്തസർ 274 പേജ് 379 380. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഈദാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇത് തിബയാനി മിൻ മത്താലിഇൽ മസാനി ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحرزين قصبات السبق في مضمار الفصاحة والبراعة. ورد هذا الدليل. ഈ ദലീലിനെ റദ്ദ് ചെയ്യപ്പെട്ടു. ഏതാണ് ദലീല്? ഇസ്തിആറത്ത് മജാസ് അഖ്ലിയാണെന്ന് പറഞ്ഞവർ അതിനവർ ദലീല് പറഞ്ഞു. പേജ് 377 വഖീല ഇന്നഹ മജാസുൻ അഖ്ലിയുൻ. ഇസ്തിആറത്ത് മജാസ് അഖ്ലിയാണ്. ബിമാന അന്ന തസറുഫ ഫി അംരിൻ അഖ്ലിയിൻ ലാ ലുഗവിയ്യൻ. തസറുഫ് കാര്യനിർവഹണം നടത്തൽ അഖ്ലിയായ അമ്രിലാണ്, ലുഗവിയായ അമ്രിലല്ല. എന്നിട്ട് പറഞ്ഞു ലിഅന്നഹ ഇസ്തിആറത്ത് ലമ്മാ ലം തുത്ലഖ് അലൽ മുശബ്ബഹി ഇല്ലാ ബഅദ ഇദ്ദിആഇ ദുഖൂലിഹി ഫീ ജിൻസിൽ മുശബ്ബഹി ബിഹി. ഇസ്തിആറത്തിനെ, അതായത് അസദ് എന്ന ലഫ്ളിനെ മുശബ്ബഹാകുന്ന അർറജുലു ശുജാഇന്റെ മേൽ പറഞ്ഞത് ഈ മുശബ്ബഹാകുന്ന അർറജുലു ശുജാഇ മുശബ്ബഹി ബിഹി ആകുന്ന അസദിന്റെ ജിൻസിൽ ദാഖിലായിട്ടുണ്ട് എന്ന വാദത്തിന്റെ ശേഷമാണ് ഈ മുശബ്ബഹ് ബിഹിന്റെ ലഫ്ള് പറഞ്ഞത്. അതുകൊണ്ട് അതായത് റജുലു ശുജാഇ അസദിന്റെ ജിൻസിൽപ്പെട്ടത്. അസദിന്റെ ജിൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന, അസദിന്റെ മഅന അസ്സബഉൽ മഖ്സൂസ്. നരി, പുലി, കടുവ, സിംഹം, അതാണ് അസ്സബഉൽ മഖ്സൂസ്. അസ്സബഉൽ മഖ്സൂസ്. അപ്പോൾ ഇസ്തിആറത്തിനെ ഈ മുശബ്ബഹിൽ പറഞ്ഞത്, റജുലു ശുജാഇന് അസദ് എന്ന് പറഞ്ഞത് ഈ അസദിനെ അതിന്റെ മാവുലി അലുഹുവായ മഅനയിലാണ് ഉപയോഗിച്ചത്. അതാണ് ദലീല്. അപ്പൊ അവരുടെ ദലീൽ എന്താണ്? റഅയ്തു അസദൻ യർമി എന്ന് പറഞ്ഞോടത്ത് അസദിനെ അതിന്റെ മാവുലി അലുഹുവായ മഅനയിൽ തന്നെയാണ് ഉപയോഗിച്ചത്. മാവുലി അലുഹുവായ മഅനയിൽ ഉപയോഗിച്ചത് ലുഗവിയായ മജാസാവൂല. അതുകൊണ്ട് ഇസ്തിആറത്ത് ലുഗവിയായ മജാസല്ല, അഖ്ലിയായ മജാസാണ്. അപ്പൊ അവരുടെ ദലീൽ എന്താണ്? റഅയ്തു അസദൻ യർമി എന്ന ഉദാഹരണത്തിൽ അസദിനെ അതിന്റെ മാവുലിയ ലഹുവായ മഅനയിൽ ഇസ്തിമാൽ ചെയ്തു. ആ ദലീലിനെ റദ്ദ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് റദ്ദ് ചെയ്യപ്പെട്ടത്? തീർച്ചയായിട്ടും വാദം. ഏത് വാദം? ഐ ഇദ്ദിആ ദുഖൂലിൽ മുശബ്ബഹി ഫീ ജിൻസിൽ മുശബ്ബഹി ബിഹി. മുശബ്ബഹ് ബിഹിയുടെ ജിൻസിൽ ദാഖിലാണ് എന്ന വാദം ലാ യഖ്തലി. ആ വാദം എന്താവൂല? തേടൂല. കൗനഹ ഇസ്തിആറത്ത് ആവലിനെ തേടൂല. മുസ്തഅമലത്തൻ, ആ ഇസ്തിആറത്ത് ഉപയോഗിക്കപ്പെട്ടതാവലിനെ തേടൂല. ഫീമാ, ഒരു മഅനയിൽ. ഉദിയത്ത് ഇസ്തിആറത്തിനെ വെക്കപ്പെട്ടു ലഹുവ മാനാക്ക്, അങ്ങനത്തെ മാനാക്ക് ഉപയോഗിക്കപ്പെട്ടതാണ്. അസദിനെ മാവുലിയ ലഹുവായ മാന അസ്സബഉൽ മഖ്സൂസ് ആണല്ലോ. ഹൈവാൻ മുഫ്തരിസ് അസ്സബഉൽ മഖ്സൂസ്, അതിലാണ് അതിന്റെ മാവുലിയ ലഹുവായ മഅന. ആ മഅനയിൽ ആണ് റഅയ്തു അസദൻ യർമി എന്നതിലുള്ള അസദിനെ ഉപയോഗിക്കപ്പെട്ടത് എന്ന കാര്യത്തെ തേടൂല. അങ്ങനെ മാവുലിയ ലഹുവായ മഅനയിലാണ് അസദിനെ ഉപയോഗിച്ചതെന്നാണ് ഈ കീലക്കാർ പറഞ്ഞത്. മജാസ് അഖ്ലിയാണ്
എന്ന് പറയുന്നവരുടെ ന്യായം അതാണ്. അങ്ങനെയില്ല. ഇവിടെ അർറജുലു ശുജാ ആകുന്ന മുസബ്ബഹ് അസദാകുന്ന മുസബ്ബഹ് ബിഹിന്റെ ജിൻസിൽ ദാഖിലായിട്ടുന്നുണ്ട് എന്ന ആ ഇദ്ദിആ എന്തിനെ തേടുന്നില്ല? റഅയ്തു അസദൻ യർമി എന്ന ഉദാഹരണത്തിൽ ഈ അസദിനെ അതിന്റെ മൗദിയലുഹുവായ മഅനയിൽ ഇസ്തിമാൽ ചെയ്തു എന്നതിനെ തേടൂല. അതെന്താണത്? ലറൂരിയായ ഇൽമിന് വേണ്ടി. മജാസ് ഇസ്തിആറത്ത് ലൗകിയായ മജാസാണെന്ന് പറയുന്നവരും അഖിലിയായ മജാസാണെന്ന് പറയുന്നവരും സമ്മതിക്കുന്ന കാര്യമാണിത്. ലറൂരിയായ ഇൽമിന് വേണ്ടി. എന്താ ലറൂരിയായ ഇൽമ്? അന്നസദൻ ഫീ ഖൗലിനാ റഅയ്തു അസദൻ യർമി. റഅയ്തു അസദൻ യർമി എന്ന നമ്മുടെ ഖൗലിലുള്ള അസദ് മുസ്തഅമലൻ ഫിർ റജുലി ശുജാഇ, അത് അർറജുലു ശുജാഇൽ ഇസ്തിമാൽ ചെയ്യപ്പെട്ടതാണ്. ഏതിലല്ല? സബഉൽ മഖ്സൂസിലല്ല എന്ന് ലറൂറിയ ഇൽമാണ്. അതിന്റെ കരീനത്താണല്ലോ യർമി എന്ന് പറഞ്ഞത്. യർമി എന്ന കരീനത്ത് കൊണ്ട് അസദിനെ അതിന്റെ മൗദിയലുഹുവായ മഅനയിൽ ഇസ്തിമാൽ ചെയ്തിട്ടില്ല എന്ന് ലറൂറിയ ഇൽമല്ലേ? അതാ പറയുന്നത്. വൽ മൗദൂലുഹു ഹുവ അസ്സബഉൽ മഖ്സൂസു. മൗദൂലുഹുവായ മാന മഖ്സൂസായ ആ വന്യജീവികളാണ്. നരി, പുലി, കടുവ, സിംഹം പോലെയുള്ള. ഇനി തഹ്ഖീഖു ദാലിക, ഈ പറഞ്ഞ വിഷയത്തെ ഒന്ന് തഹ്ഖീഖാക്കൽ. ഏത് കാര്യത്തെ തഹ്ഖീഖാക്കൽ? മുസബ്ബഹ് ബിന്റെ ജാതി ജിൻസിൽ പെട്ടതാണെന്ന വാദം ഇസ്തിആറത്ത് മൗദിഅലുഹുവായ മഅനയിൽ ഉപയോഗിക്കപ്പെട്ടതാണ് എന്ന കാര്യത്തെ തേടൂല എന്ന് പറഞ്ഞതിന്റെ തഹ്ഖീഖ്, അതിന്റെ ന്യായവശം. അന്നദ്ദിആ ദുഖൂലിൽ മുസബ്ബഹി, മുസബ്ബഹ് കടന്നു എന്ന വാദമുണ്ടല്ലോ, അതായത് അർറജുലു ശുജാഇ ഫീ ജിൻസിൽ മുസബ്ബഹി ബിഹി, മുസബ്ബഹ് ബിഹിന്റെ ജിൻസിൽ അസ്സബഉൽ മഖ്സൂസ് എന്ന ആ വർഗത്തിൽ, അതിന്റെ ഹക്കീക്കത്തിൽ, അസദിന്റെ ഹക്കീക്കത്തിൽ മുസബ്ബഹ് ബിഹി മുസബ്ബഹാകുന്ന അർറജുലു ശുജാഇ കടന്നു എന്ന വാദം അത് മബ്നിയും എടുക്കപ്പെട്ടതാണ്. എന്തിന്റെ മേൽ? അലാ അന്നഹു, തീർച്ചയായിട്ടും കാര്യമാകുന്നത് ജുഇല അഫ്റാദുൽ അസദി, അസദിന്റെ ഫർദുകളെ ആക്കപ്പെട്ടു. തഈവീലിന്റെ മാർഗത്തിലൂടെ ആക്കപ്പെട്ടു. തഹ്ഖീഖൻ നിലക്കല്ല, ഒരു ന്യായീകരണം എന്ന ഭാഗത്തിലൂടെ, ഒരു വ്യാഖ്യാനം എന്ന ഭാഗത്തിലൂടെ തഈവീൽ അടിസ്ഥാനത്തിൽ അസദിന്റെ ഫർദിനാക്കപ്പെട്ടു. തഹ്ഖീഖ് എന്ന നിലക്കല്ല. തഹ്ഖീഖ് നോക്കുമ്പോൾ അസദിന് 2 കിസ്മ് ഫർദില്ല, ഒരു കിസ്മേ ഉള്ളൂ. അത് അസ്സബഉൽ മഖ്സൂസാണ്. തഈവീൽ എന്ന നിലക്ക് എന്താ തഈവീല്? ഇവിടെ തഈവീല് അസദിലും അർറജുലു ശുജാഇലും ജറാഅത്ത് അല്ലെങ്കിൽ ഷജാഅത്ത് ഉണ്ടല്ലോ. അപ്പൊ തഈവീൽ എന്ന നിലക്ക് അസദിനെ എന്ത് ചെയ്യുക? ജറാഅത്ത് അല്ലെങ്കിൽ ഷജാഅത്ത് എന്ന മാനാക്ക് ഒതുകി ചെയ്യാം. അപ്പോൾ അത് യോജിക്കുമ്പോൾ ആ തഈവീലിന് പ്രശ്നമില്ല. കാരണം എന്താണ്? അസ്സബഉൽ മഖ്സൂസിൽ ഷജാഅത്തുണ്ട്, റജുലു ശുജാഇലും ഷജാഅത്തുണ്ട്. പക്ഷേ 2 ഷജാഅത്തും വ്യത്യാസമുണ്ട്. അപ്പൊ മുത്ലഖ് ഷജാഅത്തിൽ ഒതുകി ചെയ്യാം. അതാണ് തഈവീല്. ആ തഈവീലിന്റെ തരീഖിൽ അസദിന്റെ ഫർദുകളെ ആക്കി കിസ്മൈനി 2 കിസ്മാക്കി. അഹദുഹുമ അൽ മുതആറഫു, അതിൽ ഒന്നേതാണ്? മുതആറഫാണ്, പ്രസിദ്ധമായ മഅന. അതേതാണ്? അത് അസ്സബഉൽ മഖ്സൂസാണ്. വഹുവ, ഈ മുതആറഫായ മഅന, അല്ലദി, ഈ മുതആറഫ് എന്നുള്ളത് ഒന്ന് മുതആറഫാണ്, പ്രസിദ്ധമായ മഅന. വഹുവ, അത് അല്ലദി ഒന്നാണ്. ലുഹു, ആ ഒന്നിരിക്കുന്ന ഗായത്തുൽ ജുർഅത്തി, അങ്ങേ അറ്റത്തെ ധീരത ഉണ്ട്.
ഫി മിസിലി തിൽക്കൽ ജുസ്സത്തിൽ മഖ്സൂസത്തി, ഒരു പ്രത്യേകമായ ദാത്ത് പോലത്തതിൽ ചെയ്യപ്പെട്ട അങ്ങേ അറ്റത്തെ ധീരതല്ലത്. ഫി മിസിലി തിൽക്കൽ ജുസ്സത്തിൽ മഖ്സൂസത്തി, ഒരു പ്രത്യേകമായ ദാത്ത് പോലത്തതിൽ ചെയ്യപ്പെട്ട അങ്ങേ അറ്റത്തെ ധീരത ഉണ്ട്. അതാണ് മുത്തആറഫ്. വൽ ഹൈക്കലിൽ മഖ്സൂസ്, പ്രത്യേകമായ രൂപത്തിലും എന്ത് ചെയ്യപ്പെട്ട, അതാണ് സിംഹം, അസദ്, നരി, പുലി, കടുവ എന്ന് പറയുന്നതിലൊക്കെ ധീരതയുടെ പരമാവധിയുണ്ട്. അവ ഓരോന്നും നോക്കുമ്പോൾ ഒന്നിനേക്കാൾ ഒന്നിന് ധീരത കൂടുതലാണെങ്കിലും മുശബ്ബഹാകുന്ന അർറജുലുശുജായിലേക്ക് നോക്കുമ്പോൾ നരിയും പുലിയും കടുവയും സിംഹവും എല്ലാം ജുർഅത്തിന്റെ അല്ലെങ്കിൽ ജറാഅത്തിന്റെ അങ്ങേ അറ്റത്തിലാണ്. അതാണ് മുത്തആറഫ്. വൽ ഹൈക്കലിൽ മഖ്സൂസ്, പ്രത്യേകമായ ആഹ്യത്തിലുമുള്ള, അതാണ് ഈ സിംഹം എന്ന ആ രൂപത്തിലുള്ള സാധനം, അല്ലെങ്കിൽ നരി എന്ന രൂപത്തിലുള്ള വസ്തു, അതാണത് ആ ദുസ്സത്ത്. വസാനി, രണ്ടാമത്തെ ഗൈറുൽ മുത്തആറഫാണ്, രണ്ടാമത്തെ കിസ്മ്. അതെന്താ? ധീരതയുള്ള എല്ലാ വസ്തുക്കളും, ധീരതയുള്ള എല്ലാ വസ്തുക്കളും. അതിൽ റജുലു ശുജാഉം പെടും. ധീരതയുള്ള ഈ സബുൽ മഖ്സൂസ് അല്ലാത്ത എല്ലാവരും പെടും. ധീരത അല്പമുണ്ടോ? അതാണ് ഗൈറു മുത്തആറഫ്. അത് റജുലു ശുജാഉ റജുല് മാത്രം ആവണമെന്നില്ല. ഇനിയൊരു ആനയായാലും ശരി, ഫീൽ, ആ ഫീലിനും എന്തുണ്ട്? ശജാഅത്തുണ്ടെങ്കിൽ അതും ഗൈറു മുത്തആറഫിൽ പെടും. പിന്നെ അവസാനി ഗൈറുൽ മുത്തആറഫി വഹുവല്ലദീ ലഹു തിൽക്കൽ ജുർഅത്തി, ആ ധീരത അതിനുണ്ട്. ലാക്കിൻ ലാഫി തിൽക്കൽ ജുസ്സത്തി വൽ ഹൈക്കലിൽ മഖ്സൂസ്, നേരത്തെ പറഞ്ഞ പ്രത്യേക ദാത്തിലും ആ പ്രത്യേകമായ രൂപത്തിലുമുള്ള ജുർഅത്ത് അല്ല. പിന്നെ ലഫ്ദുൽ അസദി, ഇനി നോക്ക്, അസദ് എന്ന ലഫ്ദ് ഇന്നമാ ഹുവ മൗളൂഉൻ ലിൽ മുത്തആറഫി, അത് മുത്തആറഫായ മാനാക്ക് വെക്കപ്പെട്ടതാണ്. തഹ്കീക്കൻ നിലക്ക്, തഅ്വീലൻ നിലക്കല്ല പറഞ്ഞത്. തഅ്വീലൻ ശജാഅത്തിനാണ് ഉളഇ ചെയ്തത്. തഹ്കീക്കൻ നിലക്ക് അത് മുത്തആറഫിന് ഉളഇ ചെയ്തതാണ്. ഫസ്തിമാലുഹു, അപ്പോൾ ആ അസദിനെ ഇസ്തിമാൽ ചെയ്യൽ ഫി ഗൈരിൽ മുത്തആറഫാകുന്ന ഈ അസബുൽ മഖ്സൂസ് അല്ലാത്ത ജറാഅത്തുള്ള ശജാഅത്തുള്ള മറ്റു വസ്തുക്കളിൽ ഉപയോഗിക്കൽ ഇസ്തിമാലുൻ ഫി ഗൈരി മാവുദിയലുഹു അല്ലാത്തതിൽ ഉപയോഗിക്കലാണ്. അപ്പൊ തഅ്വീൽ നിലക്ക് രണ്ട് കിസ്മാക്കിയത് കൊണ്ടാണ് ഇവിടെ മുശബ്ബഹ് ബിഹിന്റെ ജിൻസിൽ പെട്ടതാണെന്ന് വാദിക്കല്. തഹ്കീക്ക് നോക്കുമ്പോൾ ആ വാദം ശരിയല്ല. കാരണം ഒരിക്കലും അസദിന്റെ ജിൻസിൽ പെട്ടതല്ലല്ലോ റജുലു ശുജാഅ്. അസദ് എന്ന് പറഞ്ഞത് ഒരു പ്രത്യേകമായ ദാത്താണല്ലോ, ഒരു പ്രത്യേകമായ ഹൈക്കലുള്ള ഒരു ദാത്താണ്. ആ ഹൈക്കലും മഖ്സൂസും ആർക്കില്ല? റജുലു ശുജാഇനില്ല. അത് വേറൊരു ഹൈക്കലും മഖ്സൂസാണ്, രണ്ടും രണ്ടാണ്. അപ്പൊ തഹ്കീക്ക് നിലക്ക് അസദ് എന്ന ലഫ്ദിനെ ഉളഇ ചെയ്തത് ഈ മുത്തആറഫിനാണ്. അപ്പോൾ പിന്നെ ഗൈറു മുത്തആറഫിൽ ഉപയോഗിക്കൽ ഇസ്തിമാലും ഫി ഗൈരി മാ ഉദിയലുഹു അല്ലാത്തതിൽ ഉള്ള ഉപയോഗമാണ്. അപ്പോൾ റഅയ്തു അസദിൻ യർമി എന്നുള്ളിടത്ത് ഈ അസദിനെ ഗൈറു മുത്തആറഫിലാണ് ഉപയോഗിച്ചത്. മുത്തആറഫിൽ അല്ല. മുത്തആറഫിൽ ആണെങ്കിലാണ് എന്ത് മാവുദിയലഹു ആയ മായനയിൽ ഉപയോഗിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. തഹ്കീക്ക് നിലക്ക് കണ്ടോ. പിന്നെ ഈ വാദം അതിന്റെ ജിൻസിൽ ഇത് പെട്ടു എന്നുള്ള വാദം, അത് തഅ്വീൽ നിലക്കുള്ള വാദമാണ്, തഹ്കീക്ക് നിലക്കുള്ള വാദമല്ല. ഇനി വൽ കരീനത്തു, എറിമി എന്ന കരീനത്തുണ്ടല്ലോ, അത് മാനിയത്തുൻ വിലങ്ങുന്നതാണ്. അന്നിറാദത്തിൽ മാനൽ മുത്തആറഫി, മുത്തആറഫായ മാനാണ് ഉദ്ദേശിക്കലത്തോട് വിലങ്ങുകയും ചെയ്യും. എറിമി എന്ന് പറയുമ്പോൾ ഈ അസദ് എന്തല്ല,
മുത്തആറഫായ മാനയല്ല ഇവിടെ മുറാദ്. മുത്തആറഫായ മാനാക്കുള്ള അസ്ദ് റാമിയാകൂല കേട്ടോ. അപ്പോ ഫയതഅയ്യനുൽ മാനൽ ഗൈറിൽ മുത്തആറഫി, അപ്പോ ഗൈറു മുത്തആറഫായ മാന നിജമാകും. ഗൈറു മുത്തആറഫായ മാന ഉപയോഗിക്കൽ മാവുദിയലു അല്ലാത്തതിൽ ഉപയോഗിക്കലാണ്. അതുകൊണ്ട് മജാസി അക്ലിയാണ് എന്നവരുടെ വാദം ശരിയല്ല. പിന്നെ ഒബിഹാദ ഈ പറഞ്ഞത് കൊണ്ട് കരീനത്ത് മുത്തആറഫായ മാനാന ഉദ്ദേശിക്കലിനൊത്തൊട്ട് വിലങ്ങും. എന്തിനു വേണ്ടി? വൈറു മുത്തആറഫായ മാന നിർണയമാവാൻ വേണ്ടി. അതിനാണ് കരീനത്ത് പറയുന്നത്. ആ പറഞ്ഞതുകൊണ്ട് എന്തഫഉ തട്ടിപ്പോകും. എന്ത് തട്ടിപ്പോകും? മായുക്കാലു പറയപ്പെട്ട ഒന്ന്. എന്താ പറയപ്പെട്ടത്? ഇന്നൽ ഇസ്റാറ അലാ ദഅവൽ അസദിയ്യത്തി ലിർറജുലി സുജാഇ, റജുലുസുജാഇനിക്ക് അസദിയ്യത്തിനെ വാദിക്കലിന് മേൽ നിലകൊള്ളൽ. റജുലുസുജാ ഇവിടെ അസദിന്റെ ജിൻസിൽപ്പെട്ടാന്നുള്ള വാദം എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ. ആ വാദത്തിന്റെ മേൽ നിലകൊള്ളൽ. റഅയ്തു അസദ് യർമീന്ന് ഒരു ഫുലാൻ ബിൻ ഫുലാൻ പറയുമ്പോൾ അയാളുടെ വാദം എന്താണ്? റജുലുസുജാഇനിക്ക് അസദ് എന്നാണ് ഉപയോഗിച്ചത്. അസദ് ഏതിൽപ്പെട്ടതാണ്? റജുലുസുജായിൽ പെട്ടതാണ് എന്നുള്ള വാദമാണ്. ആ വാദത്തിന്റെ മേൽ നിലകൊള്ളൽ യുനാഫി, ആ ഇസ്റാർ എതിരാകുമല്ലോ നസ്ബൽ കരീനത്തിൽ മാനിയത്തായ കരീനത്തിലെ നിശ്ചയിക്കലിനെ തൊട്ട് എതിരാകുമല്ലോ. എന്തിനെ തൊട്ട് മാനിയത്ത്? അന്നിറാദത്തി സബിൽ മഖ്സൂസി, മഖ്സൂസായ സബീനെ ഉദ്ദേശിക്കലിനെ തൊട്ട് വിലങ്ങുന്ന കരീനത്തിന് നിശ്ചയിക്കലിനോട് എതിരാകുമല്ലോ. അപ്പൊ എന്താണ് ആ മായുക്കാലു? എന്താണ്? അസദ് അർറജുലു സുജാഅ് അസദിന്റെ ജിൻസിൽ പെട്ടതാണെങ്കിൽ പിന്നെ എറിഞ്ഞി എന്ന കരീനത്തിനോടെ പറയാൻ പാടില്ലല്ലോ. കാരണം ഇവിടെ റജുലു സുജാഅ് അസദിന്റെ ജിൻസിൽ പെട്ടതല്ലേ. അപ്പൊ പിന്നെ സബഉൽ മഖ്സൂസല്ലേ മുറാദ്, പിന്നെന്തിനാ കരീനത്ത് എന്നൊരു ചോദ്യം. അതിന് മറുപടി, ഇവിടെ കരീനത്ത് സബഉൽ മഖ്സൂസിനെ ഉദ്ദേശിക്കലിനെ തൊട്ട് വിലങ്ങാനാണ്. ഏതിനെയല്ല? വാദപ്രകാരം ഉള്ള വൈറു മുത്തആറഫായ മാനാനെ ഉദ്ദേശിക്കലിനെ തൊട്ട് വിലങ്ങാനല്ല. ഇവിടെ കരീനത്ത് എന്തിനാണ് ഇവിടെ കരീനത്ത് പറഞ്ഞത്? ഇവരെ വാദം എന്നാണ്? റജുലുസുജാഅ് അസദിയ്യത്ത് റജുലുസുജാഇനിക്ക് സാബിത്താണ് എന്ന വാദം ഉണ്ടാകുമ്പോൾ, അപ്പൊ റഅയ്തു അസദൻ എന്ന് പറയുമ്പോൾ ഈ റജുലുസുജാഅ് അസദാണ് എന്ന് പറയുമ്പോൾ പിന്നെ എറിമി എന്ന കരീനത്തിന് ആവശ്യമില്ലല്ലോ. കാരണം അസദ് അക്കീക്കമാനെ തൊട്ട് വിലങ്ങുന്ന കരീനത്തല്ലേ. റജുലുസുജാഇനിക്ക് ഇവിടെ അസദിന്റെ അക്കീക്കമാന കൊടുത്തു. അതിന് മറുപടി ഈ പറഞ്ഞതുകൊണ്ട് കിട്ടും. എന്ത്? ഒൽ കരീനത്ത് മാനിയത്ത്. ഇവിടെ കരീനത്ത് തഈബീൽ പ്രകാരം ഈ വാദം മുസബ്ബഹുബിന്റെ ജിൻസിൽപ്പെട്ടതായുള്ള വാദം തഈബീൽ എന്ന നിലക്കാണ്, തഹ്ഖീഖ് എന്ന നിലക്കല്ല. രണ്ട് കിസ്മാക്കി അസദിന്റെ ഫർദുകളെ, ഒന്ന് മുത്തആറഫ്, ഒന്ന് ഗൈറു മുത്തആറഫ്. അപ്പോൾ ഇവിടെ കരീനത്ത് എന്തിനാണ്? ഈ അസദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുറാദ് മുത്തആറഫായ മാനയായ അസ്സബഉൽ മഖ്സൂസ് അല്ല, ഗൈറു മുത്തആറഫായ മാനയാണ് എന്നറിയിക്കാൻ വേണ്ടിയാ. അപ്പൊ ഇവിടെ കരീനത്ത് ഇവിടെ സബഉൽ മഖ്സൂസ് അല്ല എന്നറിയിക്കാനാണ്. അപ്പൊ ആ വാദം ശരി. മറ്റവരുടെ ആ മായുക്കാലു ശരിയല്ല. മായുക്കാലു പറഞ്ഞെന്താണ്? റജുലുസുജാഇനിക്ക് അസദിയ്യത്തിനെ വാദിക്കുമ്പോ പിന്നെന്തിനാണ് കരീനത്ത്? അസദുള്ള മുറാദ് അസദ് തന്നെയല്ലേ. അതായത് റജുലുസുജാഅ് ഒറിജിനൽ അസദാണെന്നാണല്ലോ വാദം. പിന്നെ ഇവിടെ റജുലുസുജാഅ് ഒറിജിനൽ അസദാണെന്ന് വാദിക്കുമ്പോ പിന്നെ എർബീദിന്റെ കരീനത്ത് ആവശ്യമില്ലല്ലോ. സബഉൽ മഖ്സൂസ് ആണല്ലോ ഒറിജിനൽ അസദ്. ആ ഒറിജിനൽ അസദാണ് റജുലുസുജാഅ് എങ്കിൽ പിന്നെ ഇവിടെ കരീനത്ത് ആവശ്യമില്ലല്ലോ. അതിന് കരീനത്ത് എന്തിനാണ് പറഞ്ഞത്? അസബുൽ മഖ്സൂസ് അല്ല മുറാദ്, പിന്നെന്താണ്? റജുലുസുജാഅ് ആണ് മുറാദ്. അതായത് ഗൈറു മുത്തആറഫായ മാനയാണ് മുറാദ്. ഇവിടെ സബഉൽ മുത്തആറഫായ മാന മുറാദില്ല. കരീനത്ത് എതിരാകുന്നത് എപ്പോഴാണ്? ഈ അസദ് കൊണ്ട് സബഉൽ മഖ്സൂസ് ആണ്
മുറാദെങ്കിൽ അവിടെ കരീനത്തിന്റെ ആവശ്യമില്ല. അത് ശരിയാണ്. മായുക്കാലു അതുകൊണ്ടുള്ള മുറാദ് മുത്തആറഫായ മായനയായ അസബുൽ മഖ്സൂസ് ആണോ എന്നാൽ ഇവിടെ കരീനത്തിന്റെ ആവശ്യമില്ല. അത് എതിരന്യന് മുനാഫിയാണ്. അതേസമയത്ത് അസുദുൽ മുറാദ് വൈറു മുത്തആറഫായ മായനയാണെങ്കിൽ ഇവിടെ കരീനത്ത് വേണം. പിന്നെ അപ്പോൾ പിന്നെ 2 ബൈത്ത് പറഞ്ഞല്ലോ നേരത്തെ. എന്ത്? വലിഹാദ സഹത്ത അജ്ജുബ് ഫീ ഖൗലിഹി ഖാമത്തു തുളല്ലിലുനി മിനശ്ശംസി നഫ്സുൻ അഅസ്സു അലയ്യ മിൻ നഫ്സി ഖാമത്തു തുളല്ലിലുനി വമിൻ അജബി ശംസുൻ തുളല്ലിലുനി മിനശ്ശംസി. അവിടെ 2 ശംസ് ഉണ്ട്. ഒരു ശംസ് ഹഖീഖിയായ ശംസാണ്. കണ്ടോ? വമിൻ അജമിൻ അത്ഭുതത്തിൽപ്പെട്ടതാണ് ശംസുൻ, ഒരു ശംസ്. ഐ ഗുലാമും കശംസീന, ശംസ് പോലത്തെ ഒരു ഗുലാമ്. തുളല്ലിലുനി, എനിക്ക് നേരിടുന്നു, മിനശ്ശംസി, ഹഖീഖിയായ ശംസിനെ തൊട്ട്. അത് അത്ഭുതമാണ്. അവിടെ ഈ ശംസ് പോലത്തെയുള്ള ഗുലാമ്, ഈ ഗുലാമിനിക്ക് ശംസ് എന്ന് പറഞ്ഞത് ശംസീയത്തിനെ ഈ ഗുലാമിനിക്ക് നൽകിയിട്ടുണ്ട് എന്ന വാദാണല്ലോ. അവിടെ മുത്തആറഫായ മാന തന്നെ ശംസിനിക്ക് കൊടുത്തല്ലോ. അവിടെ ഇസ്തിആറത്താണല്ലോ അത്. ശംസ് വമിന്നദബി ശംസുൻ തുളല്ലിലുനി മിനശ്ശംസി. ആദ്യം പറഞ്ഞ ശംസ് വമിന്നദബി ശംസുൻ ഐ ഗുലാമുൻ കശംസി, അത് ഇസ്തിആറത്താണ്. ആ ഇസ്തിആറത്തിന് ഇവിടെ മുത്തആറഫായ മാന കൊടുത്തത് കൊണ്ടാണല്ലോ അത്ഭുതമുണ്ടായത്. ഒരു ശംസ് മറ്റൊരു ശംസിനെ തൊട്ട് നെയിലിടൽ അത് അത്ഭുതമാണ്. ഒരു ഇൻസാൻ ഒരു ശംസിനെ തൊട്ട് നെയിലിടൽ അത്ഭുതമില്ല. ഇത് അത്ഭുതമാണെങ്കിൽ, അത്ഭുതപ്പെടണമെങ്കിൽ ഈ ഗുലാം ശംസ് പോലെയുള്ള ഗുലാമിന് മുത്തആറഫായ മാന കൊടുക്കണ്ടേ. അതുകൊണ്ടാണല്ലോ അജബുണ്ടായത്. അതുപോലെ തന്നെ 2-ാം ബൈത്തിൽ പറഞ്ഞ ലാ തഅജബു മിൻ ബിലാ ഹിലാലത്തിഹി ഖദ് സുറ അസ്റാറുഹു അലൽ ഖമരി. ആ മംദൂഹിന്റെ അടിവസ്ത്രം ധരിച്ചതിനെ തൊട്ട് നീ അത്ഭുതപ്പെടേണ്ടതില്ല. അതിന് അവന്റെ ബട്ടൺസുകൾ, കുപ്പായത്തിന്റെ ബട്ടൺസുകൾ കമറിന്റെ മേലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോ ആ കമറിന് പോലത്തെ ഗുലാമിനിക്ക് കമരീയത്തിനെ സാബിത്താക്കിയത് കൊണ്ടാണല്ലോ ദ്രവിച്ചു പോയത്. അല്ലെങ്കിൽ ദ്രവിക്കൂലല്ലോ. അപ്പൊ ഈ 2 ഉദാഹരണത്തിൽ മുത്തആറഫായ മാന തന്നെ മുശബ്ബഹിന് നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ 1-ാമത്തെ ബൈത്തില് അജബും 2-ാമത്തെ ബൈത്തില് അജബില്ലായ്മയും ഉണ്ടായത് എന്ന ചോദ്യത്തിന്റെ മറുപടി. അപ്പൊ തഅജ്ജുബും വന്നഹിയു അൻഹു, ആ തഅജ്ജുബിനെ തൊട്ടുള്ള നഹിയും കമാഫിൽ ബൈത്തൈനിൽ മദ്കൂറൈനി, അത് ഫലിൽ ബിനായി അലാ തനാസി തശ്ബീഹി, തശ്ബീഹിനെ മറന്നു എന്നതിൻ്റെ മേൽ എടുത്തതിന് വേണ്ടിയാണ്. ഇവിടെ തശ്ബീഹിനത് മറന്നിട്ട് 1-ാമത്തെ ബൈത്തില് ശംസ് പോലത്തുള്ള ഗുലാമിനെ ശംസന്യാക്കി, മറ്റേ ശംസിനോട് തശ്ബീഹാക്കല്ല. തശ്ബീഹ് ആക്കിയിട്ടുണ്ട്, ആ തശ്ബീഹിനെ മറന്നു. എന്തിനാ മറന്നു എന്ന് അഭിനയിക്കുക, അതാണ് തശ്ബീഹിനെ മറന്നു എന്നതിൻ്റെ മേൽ എടുത്തതിന് വേണ്ടിയിട്ടാണ്. അതെന്തിനാ മറക്കുന്നത്? ഖലാലി ഹക്കിൽ മുബാലകത്തി, കടുപ്പം കാണിച്ച് പറയൽ എന്ന കടപ്പാടിനെ വീട്ടാൻ വേണ്ടി. കുറച്ച് ആ തശ്ബീഹിലൊന്ന് ഒരു കടുപ്പം കൂട്ടുമ്പോൾ ഈ ശംസ് പോലെയുള്ള ഗുലാമും കമറ് പോലെയുള്ള ഗുലാമും അത് ആ ശംസ് പോലെ അല്ല, ഇത് തന്നെ ശംസാണ്. കമറ് പോലെയല്ല ഇവൻ തന്നെ കമറാണ് എന്ന് ഒന്ന് കടുപ്പം കാണിക്കാൻ വേണ്ടി തശ്ബീഹിനെ മറന്നു എന്നതിൻ്റെ മേൽ എടുത്തതിന് വേണ്ടിയിട്ടാണ്. പിന്നെന്തിനു വേണ്ടി? അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ ഇദ്ദിആ ആണ്, തഹ്ഖീഖന്നല്ല. വാദത്തിൽ പലതും ചെയ്യും. പിന്നെ ദലാലത്തൻ അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ്. എന്ത്? അലാന്നൽ മുസബ്ബഹ, തീർച്ചയായിട്ടും മുസബ്ബഹ്, അത് അർറജുലു ശുജാ ആവട്ടെ, അല്ലെങ്കിൽ ശംസ് പോലെയുള്ള ഗുലാമാവട്ടെ, ഖമർ പോലെയുള്ള ഗുലാമാവട്ടെ, മുസബ്ബഹ്
ബിഐസു ലാ യതമയ്യസു അനിൽ മുസബ്ബഹി ബിഹി, മുസബ്ബഹ് ബിഹിയെ തൊട്ട് വേർതിരിയൂലാത്ത അവസ്ഥയിലാണ് എന്നതിന് മേൽ അറിയിക്കാൻ വേണ്ടി. ഇവിടെ മുസബ്ബഹും ബിഹിയും തമ്മിൽ എന്തില്ല, ഒരു വ്യത്യാസമില്ല. മുസബ്ബഹ് തന്നെയാണ് മുസബ്ബഹ് ബിഹി, മുസബ്ബഹ് ബിഹി തന്നെയാണ് മുസബ്ബഹ്. അസലം തീരെ ഹത്ത എത്രത്തോളം അന്ന കുല്ലമാ എത്തറത്തബു അലൽ മുസബ്ബഹി ബിഹി, മുസബ്ബഹ് ബിഹിന്റെ മേൽ തുടർന്ന് വരുന്ന ഈ മുഴുവനും അജബും അജബില്ലായ്മയും ഒക്കെ അത് പിന്നെ തഅജ്ജുബി, തഅജ്ജുബിനാലും വന്നഹി അനി തഅജ്ജുബി, തഅജ്ജുബിനെ തൊട്ടുള്ള നഹിയും അത് എത്തറത്തബു അലൽ മുസബ്ബഹി അയ്ലൻ, മുസബ്ബഹിന്റെ മേൽ തുടർന്ന് വരും. അവിടെ പിന്നെ തഅജ്ജുബും അന്നഹി അനി തഅജ്ജുബും തശ്ബീഹിനെ മറന്നു എന്ന് അഭിനയിച്ചു. അത് എന്തിനു വേണ്ടി? കടുപ്പം കാണിച്ച് പറയല്ലെന്ന കടപ്പാടിനെ വീട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇദ്യ ആണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇസ്തിആറത്താകുന്നത് തുഫാരിക്കുൽ കദിബ, കളവിനോടെതിരാകും ബി വജിഹൈനി, രണ്ട് വജിഹ് പ്രകാരം. ഒന്ന് ബിൽ ബിനായി അല തഅ്വീലി, തഅ്വീലിന്റെ മേൽ എടുക്കൽ കൊണ്ട്. തഅ്വീലിന്റെ മേൽ ബിനായി ചെയ്യല് ഏതിലില്ല? കളവിലില്ല. റഅയ്തു അസദൻ ഇർമി, അലി റഅയ്തു ശംസ, ഞാൻ ശംസിനെ കണ്ടു എന്നൊരു ഗുലാമിനെ പറ്റി പറയാം. അലി റഅയ്തുൽ ഖമറ, ഞാൻ ഖമറിനെ കണ്ടു എന്ന് പറയാം. അവിടെ തഅ്വീലുണ്ട്. എന്താ തഅ്വീല്? യഥാർത്ഥ ശംസിനെ രണ്ട് കിസ്മാക്കി, യഥാർത്ഥ ഖമറിന്റെ രണ്ട് കിസ്മാക്കി. ഒന്ന് മുത്തആറഫും വൈറു മുത്തആറഫും. ഇങ്ങനെ മുത്തആറഫും വൈറു മുത്തആറഫും എന്ന രണ്ട്, ഒരു മുത്തലക്ക് ബഹാഇന് വലഇ ചെയ്യാം, അല്ലെങ്കിൽ മുത്തലക്ക് ശജാഅത്തിന് വലഇ ചെയ്യാം. അതാ തഅ്വീല്. ആ തഅ്വീല് ഏതിലില്ല? കളവിലില്ല. അതാണ് തഅ്വീലിന്റെ മേലെടുക്കൽ കൊണ്ടാണ്. രണ്ട് വജ്ഹിൽ ഒന്നാണിത്. ഫീ ദഅവാ ദുഖൂലിൽ മുസബ്ബഹി ഫീ ജിൻസിൽ മുസബ്ബഹ് ബിഹി, മുസബ്ബഹ് ബിഹിന്റെ ജിൻസിൽ ദാഖിലാണ് എന്ന വാദത്തിലുള്ള തഅ്വീലുന. ഈ മുസബ്ബഹ്, ഈ ഗുലാം യഥാർത്ഥ ശംസിന്റെ ജിൻസിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ ഗുലാം യഥാർത്ഥ ഖമറിന്റെ ജിൻസിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ റജുലു സുജാഇ സബുൽ മഖ്സൂസിന്റെ ജിൻസിൽപ്പെട്ടതാണെന്ന വാദത്തിൽ എന്തുണ്ടൊരു തഅ്വീലുണ്ട്. അത് നേരത്തെ പറഞ്ഞു. മുത്തലക്ക് ശജാഅത്തിന് വലഇ ചെയ്യാതാണ് തഅ്വീല്, അല്ലെങ്കിൽ മുത്തലക്ക് ശോഭ ശംസിന്റെ അവിടെ. അഫ്റാദുൽ മുസബ്ബഹി ബിഹി, മുസബ്ബഹ് ബിഹിന്റെ അഫ്റാദിനെ ആക്കുക, കിസ്മൈനി ആക്കുക, മുത്തആറഫൻ വഗൈറ മുത്തആറഫ്. കമാ മറ വലാ തഅ്വീല ഫിൽ കദിബി, കദിബിലെന്തില്ല? തഅ്വീലില്ല. കളവാണ് പറയാന്നുള്ളൂ. അങ്ങനെ പറഞ്ഞൊരാള് ഞാൻ എന്ത് കണ്ടു? ഒരു കളവ്, ഒരു 8 കാലുള്ള ഒരു സിംഹത്തിനെ കണ്ടു എന്നൊരു കളവ് പറഞ്ഞു. അവിടെ തഅ്വീലില്ല കേട്ടോ, കളവിലാണ്. പിന്നെ നസ്ബിൽ കരീനത്തി അലാ ഇറാദത്തി ഖിലാഫിൽ ലാഹിരി, ലാഹിറിന്റെ എതിരിനെ ഉദ്ദേശിക്കലിന്റെ മേൽ കരീനത്തിന് നിശ്ചയിക്കലുകൊണ്ടും. കളവ് പറയുന്നോടത്ത് ഇവിടെ ലാഹിർ മുറാദില്ല എന്ന കരീനത്തുണ്ടാവൂല. കാരണം കളവ് പറയുന്ന എന്തിനാ? അവന്റെ കളവിനെ ഇവിടെ അംഗീകരിക്കാനാണ്. അവൻ പറഞ്ഞ ലാഹിറോട് അംഗീകരിക്കാനാണ്. പിന്നെ ലാഹിറിന്റെ എതിരിനെ ഉദ്ദേശിച്ചത് കരീനത്തുണ്ടാവൂലല്ലോ. ഇസ്തിആറത്തിൽ ലാഹിറിന്റെ എതിരിനെ ഉദ്ദേശിക്കുന്ന മേൽ കരീനത്തിനെ ശയിക്കലോന്നു. റഅയ്തു അസദ യർമീൻ. അപ്പൊ ഒരാൾ കളവ് പറഞ്ഞു ഞാൻ നരിനെ കണ്ടു എന്ന് കളവ് പറയുമ്പോൾ അവിടെ എർമി എന്ന കരീനത്തിന് അവൻ നിശ്ചയിക്കൂല. കാരണം അവന്റെ വാദം എന്താ? നരിനെ കണ്ടു എന്ന് തന്നെയാണ്. ലിമാ അറഫ്താനി, അർജുന് വേണ്ടി. അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ലാ ബുദ്ദലിൽ മജാസി, മജാസിന് കൂടാതെ കയ്യൂല, മിൻ കരീനത്തിൻ മാനിയത്തിൻ അൻ ഇറാദത്തിൽ മഅനൽ ഹഖീഖി, ഹഖീഖിയായ മാനാണ് ഉദ്ദേശിക്കേണ്ടതൊട്ട് വിലങ്ങുന്ന കരീനത്ത് കൂടാതെ കയ്യൂല. എങ്ങനത്തെ ഹഖീഖിയായ മാനയാണ്? അൽ മൗളൂഇ ലഹു, അൽ മൗളൂഇ വെക്കപ്പെട്ട ലഹു, ഹഖീഖിയായ മാനാണ് ഉദ്ദേശിക്കേണ്ടതൊട്ട് വിലങ്ങുന്ന കരീനത്ത് കൂടാതെ. അൽ മൗളൂഉ ലഹു, എങ്ങനത്തെ ഹഖീഖിയായ മാനയാണ്? ആ മജാസിനിക്ക് വൽഇ ചെയ്യപ്പെട്ടൊരു ഹഖീഖിയായ മാന. റഅയ്തു അസദ് എന്നുള്ളത് മജാസാണല്ലോ, ഇസ്തിആറത്തൊക്കെ മജാസാണ്.
ആ മജാസിനിക്ക് ഒലി ചെയ്യപ്പെട്ടൊരു മായനയുണ്ട്, അസദിന് ഒലി ചെയ്യപ്പെട്ടൊരു മായനയുണ്ട്. ആ മാനാണ് ഉദ്ദേശിക്കലിനൊത്തിട്ട് വിലങ്ങുന്ന കരീനത്ത് വേണം. ലാലത്തിനറിയിക്കുന്ന കരീനത്ത് അലാന്നൽ മുറാദ, ഇവിടെ മുറാദ് ഖിലാഫുല്ലാഹിരി ലാഹിറിന്റെ എതിരാണ്. റഅയ്തു അസദൻ എന്നുള്ളോർത്ത് അസദ് കൊണ്ടുള്ള മുറാദ് അതിന്റെ ലാഹിർ മായനയായ അസ്സബുൽ മഖ്സൂസ് അല്ല, പിന്നെ റജുലു ശുജാ ആണ്. അത് ലാഹിറിന്റെ എതിരാണ്. അർറജുലു ശുജാ ആ ലാഹിറിന്റെ എതിരിനെ ഉദ്ദേശിക്കലിന്റെ മേൽ അറിയിക്കുന്ന ഒരു കരീനത്ത് വേണം. ബിഖിലാഫിൽ കദിബി, കദിബിനെതിരെ ഫഇന്ന ഖായിലഹു, കദിബ് പറയുന്ന ആളില യൻസിബു കരീനത്തൻ, അയാള് കരീനത്തിനെ നിശ്ചയിക്കുകയില്ല. അലാ ഹിറാദത്ത് ഖിലാഫിൽ ലാഹിരി, ലാഹിറിന്റെ എതിരിനെ ഉദ്ദേശിക്കലിന്റെ മേലുള്ള കരീനത്തിനെ വെക്കൂല. വല്ലയാളി യബുദലുൽ മജ്ഹൂദ, അദ്ദേഹത്തിന്റെ കഴിവ് മുഴുവനും നൽകും. ഫീ തരീവീജി ലാഹിരി, ആ കലവിന്റെ ലാഹിറിനെ ചെലവാക്കുന്നതിൽ തന്റെ കഴിവ് മുഴുവനും എടുക്കും. അപ്പോൾ അവിടെ ലാഹിറിന്റെ എതിരുദ്ദേശിച്ചു എന്നതിന് കരീനത്തറ വെക്കൂലല്ലോ. ഈ രണ്ട് നിലക്ക് കദിബിനോട് ഇസ്തിആറത്ത് എതിരാണ്. ഇനി വലാ തക്കൂനിൽ ഇസ്തിആറത്തു അലമൻ, ഇസ്തിആറത്ത് അലമാവൂല. ലിമാ സബക്ക, മുൻകടന്ന ഒന്നിന് വേണ്ടി. മിൻ അന്നഹ, തീർച്ചയായിട്ടും ഇസ്തിആറത്ത് തഖ്തദി, തേടുന്നതാണ്. ഇദ്ഖാലൽ മുശബ്ബഹി ഫീ ജിൻസിൽ മുശബ്ബഹ് ബിഹി, മുശബ്ബഹ് മുശബ്ബഹിന്റെ ജിൻസിൽ കടന്നു എന്നതിനെ തേടും ഇസ്തിആറത്ത്. ഒക്കെ പറഞ്ഞു പോയതാണ് പല പ്രാവശ്യം. അങ്ങനെ കടന്നു എന്ന് തേടല് ബിജഅലി അഫ്റാദിഹി, ആ മുശബ്ബഹിന്റെ ഫർദുകൾ, മുശബ്ബഹ് ബിഹിയുടെ ഫർദുകളെ ആക്കലുകൊണ്ട്, കിസ്മൈനി ആക്കലുകൊണ്ട്, മുതആറഫൻ ആക്കുക, വഗൈറ മുതആറഫിൻ ആക്കുക. വലാ യുംകിനു ദാലിക, അത് സാധ്യമല്ല ഫിൽ അലമി, അലമിലെ. കാരണം സയ്യിദിനെ അംറിനോട് തശ്ബീഹാക്കിയിട്ട് സയ്യിദിന്റെ സ്ഥാനത്ത് അംർ എന്ന് പറയണമെങ്കിൽ അംറിന്റെ ജിൻസിൽ സയ്യിദ് കടക്കാൻ സാധ്യമല്ല. കാരണം അംർ ഒരു തശഖുസിന്റെ മേൽ അറിയിക്കുന്നതാണ്, അതിന് ജിൻസില്ല. ഈ മുനാഫാത്തിഹി, അലമ് എതിരായതിനു വേണ്ടി, അൽ ജിൻസിയത്ത, ജിൻസിയത്തിനോട് എതിരായതിനു വേണ്ടി ഇസ്തിആറത്ത് ആവശ്യപ്പെടുന്ന ജിൻസിയത്ത് അലമിലില്ല. അതുകൊണ്ട് സയ്യിദിനെ അംറിനോട് തശ്ബീഹാക്കിയിട്ട് രൂപത്തിലോ വണ്ണത്തിലോ നീളത്തിലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സയ്യിദിനെ അംറിനോട് സയ്യിദ് അംറ് പോലെയാണെന്ന് തശ്ബീഹാക്കി പറയാം. സയ്യിദിനെ അംറിനോട് തശ്ബീഹാക്കിയിട്ട് ഞാൻ അംറിനെ കണ്ടു എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പറയണമെങ്കിൽ സയ്യിദ് അംറിന്റെ ജിൻസിൽ കടക്കണം. അംറിന് ഇവിടെ ജിൻസില്ല. അതാണ് ഈ മുനാഫാത്തിഹി, അലമ് എതിരായതിനു വേണ്ടിയാൽ ജിൻസിയത്ത, ഇസ്തിആറത്ത് ആവശ്യപ്പെടുന്ന ജിൻസിയത്തിനോട്. കാരണം ലി അന്നഹു അലമ് യഖ്തലി തശഖുസ, അത് തശഖുസിനെയാണ് തേടുന്നത്, ഒരു വ്യക്തിത്വത്തെയാണ് തേടുന്നത്. വമന അൽ ഇസ്തിറാക്ക, ഇസ്തിറാക്കിനെ അത് വിലങ്ങുകയും ചെയ്യും. ഞാൻ അംറിന്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞാൽ അംറല്ലാത്ത ആരുമല്ലാന്ന. അപ്പോൾ അവിടെ തശഖുസാണ്, ഒരു പ്രത്യേക ദാത്താണ്. അവിടെ ജിൻസില്ല. അപ്പോൾ അതിൽ മറ്റൊരാൾ കൂറാകൂല കേട്ടോ, ജിൻസില്ലാത്തത് കൊണ്ട്. വൽ ജിൻസിയത്തു, ജിൻസിയത്താവുന്നത് അത് ഇസ്തിആറത്ത് ആവശ്യപ്പെടുന്ന കാര്യമാണ്. ജിൻസിയത്ത് മുശബ്ബഹിന്റെ ജിൻസിൽ കടക്കണ്ടേ, അത് തഖ്തലിൽ ഉമൂമിനെ തേടും. അപ്പൊ അസ്സബുൽ മഖ്സൂസ് എന്നുള്ളത് ഒരുപാട് സബുകൾ അതിൽ ഉൾപ്പെടും. ഏതെങ്കിലും ഒരു ദാത്ത് മാത്രമല്ല അസ്സബുൽ മഖ്സൂസ് എന്ന് പറയുന്നത്. വതനാവുൽ അഫ്റാദി, അഫ്റാദിനെ ഉൾക്കൊള്ളിക്കലിനെയും തേടും. അപ്പൊ അലമ് എന്താകൂല, ഇപ്പൊ പറഞ്ഞത് അലമ് ഇസ്തിആറത്താകൂല. പക്ഷെ ഇല്ലായിദാ തളമ്മനൽ അലമു, അലമു ഉൾക്കൊള്ളിച്ചാൽ ഒഴികെ വസിഫിയത്തിൻ, ഒരു തരം വസിഫിയത്തിന് അലമു ഉൾക്കൊള്ളിച്ചാൽ ഒഴികെ. അതായത് അലമിന്റെ മഅനയുടെ ഉള്ളിൽ വസ്ഫുണ്ട് എന്നല്ല. ഈ അലമിന് ഒരു വസ്ഫിയത്തിന്റെ മഅന ലഭിച്ചു എന്നാ പറ്റും. അതെങ്ങനെ? ആ അലമ് നൗഉ വസ്ഫിയത്തിനെ ഉൾക്കൊള്ളിക്കല് ബി വാസിത്തത്ത് ഇഷ്തിഹാരിഹി, ആ അലമ് മശഹൂറാകൽ എന്ന വാസിത്ത കൊണ്ട്, ബി വസ്ഫിൻ മിനൽ ഔസാഫി, വസ്ഫുകളിൽ നിന്ന് ഒരു വസ്ഫ് കൊണ്ട് ആ അലമ് മശഹൂറായി. വസ്ഫുകളിൽ നിന്നൊരു വസ്ഫ് കൊണ്ട് ആ അലമ് മശഹൂറായി. ഉദാഹരണം ഹാത്തിമു തയ്യി, ഹാത്തിമു ത്വാഇ എന്ന് പറയുന്ന ആള്.
അയാളുടെ പേര് ഹാത്തിമാണ്. ഹാത്തിം ഇബ്നു അബ്ദുല്ലാഹിബിനിൽ ഹസ്റജ് അത്തായി എന്ന ഇയാൾ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. ഇയാൾ ധർമ്മം ചെയ്യുന്ന ആളായപ്പോൾ ധർമ്മിഷ്ഠൻ എന്ന മഅനാക്ക് ഈ ഹാത്തിബ് മഷൂറായി. അപ്പോൾ ഹാത്തിബ് എന്ന ഈ വസുഫ് ഈ അലമ് ഒരു വസുഫ് കൊണ്ട് മഷൂറായി. ഇയാൾ ധാരാളം ധർമ്മം ചെയ്യുന്ന ആളാണ് ഹാത്തിമുത്തായി. അപ്പോൾ ഹാത്തിബ് എന്ന പേര് കൊണ്ടുപോകുമ്പോൾ ജവാദ് എന്ന മഅന മഷൂറാണ്. അങ്ങനെയാണ് വന്നത്. ഹാത്തിമിൻ, ഹാത്തിം എന്ന ലഫ്ള് പോലെ കേട്ടോ. ഹാത്തിം അതാണ് ഹാത്തിം. അത് ഇസ്മു ഫാഇലും മിനൽ ഹത്തിമി ബിമാനൽ ഹുക്മി, വിധികർത്താവ് എന്നാണ് അതിന്റെ യഥാർത്ഥ മഅന. ആ മഅനാനെ ആർക്ക് നഖൽ ചെയ്തു? ഹാത്തിം ഇബ്നു അബ്ദുല്ലാഹിബിനിൽ ഹസ്റജ് അത്തായി. അപ്പോൾ അലമായി. എങ്ങനത്തെ ഹാത്തിമാൽ മുത്തളമ്മിനിൽ ഇത്തിസാഫി ബിൽ ജൂദി, ജൂദ് കൊണ്ട് വസ്ഫ് സിദ്ധിക്കലിനെ ഉൾക്കൊള്ളിച്ച ഹാത്തിമ്. എന്തുകൊണ്ട്? അയാൾ ധർമ്മം ഇങ്ങനെ കൊടുത്തുകൊണ്ട് ജൂദ് കൊണ്ട് വസ്ഫ് സിദ്ധിച്ചു. അപ്പൊ ഹാത്തിമ് എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠൻ എന്ന മഅന മഷൂറായി. ഓ മാതിരിൻ, മാതിർ പോലെ ബിൽ ബുഹ്ലി, ബുഹ്ലു കൊണ്ട് വസ്ഫ് സിദ്ധിക്കലിനെ ഉൾക്കൊള്ളിച്ച മാതിർ പോലെ. ഓ സഹിബാന പോലെ ബിൽ ഫസാഹത്തി, ഫസാഹത്ത് കൊണ്ട് വസ്ഫ് സിദ്ധിച്ച, വസ്ഫ് സിദ്ധിക്കലിനെ ഉൾക്കൊള്ളിച്ച സഹിബാൻ പോലെ. ഓ ബാക്കില്, ബാക്കില് പോലെ ബിൽ ഫഹാഹത്തി, ഫഹാഹത്ത് കൊണ്ട്. എന്താ ഫഹാഹത്ത് എന്ന് പറഞ്ഞാൽ ഐ അജുസുൽ ലിസാനി അനിൽ ബയാൻ, സംസാരശേഷി കുറഞ്ഞതായ കുറയൽ കൊണ്ട് വസുഫ് സിദ്ധിക്കലിനെ ഉൾക്കൊള്ളിച്ച വാക്കില് പോലെ. അങ്ങനെ ഈ വസുഫ്, ഈ അലമ് ഒരു വസുഫ് കൊണ്ട് വസുഫ് സിദ്ധിച്ചാൽ ആ അലമിനെ ഇസ്തിആറത്തിന് പറ്റും. ഫഹീനൈദിൻ, ആ സമയത്ത് യജൂസ യുസബ്ബഹ ശഖ്സുൻ, ഒരു ശഖ്സിനെ തശ്ബീഹാക്കൽ പറ്റും ബി ഹാത്തിമിൻ, ഹാത്തിമ് എന്ന ലഫ്ളിനോട്, അത് അലമാവലോട് കൂടെ തന്നെ. ഫിൽ ജൂദി, ജൂദിൽ എന്താകാ തശ്ബീഹാക്കാൻ പറ്റും. എന്നിട്ട് യുതഅവ്വലു ഫി ഹാത്തിമിൻ, ഹാത്തിമിൻ എന്ന്, ഹാത്തിമി എന്നതിൽ തഅ്വീൽ ചെയ്യപ്പെടണം. എങ്ങനെ തഅ്വീല്? അതായത് ഫയുജ്അലു, ഹാത്തിബിനെ ആക്കപ്പെടണം കഅന്നഹു, അതാണ് തഅ്വീല്. കഅന്നഹു മൗളൂഉൻ ലിൽ ജവാദി, ജവാദിന് ഒതുക്കി ചെയ്യപ്പെട്ടതാണ് എന്നതുപോലെ ആക്കാം. നേരത്തെ അസദിന്റെ അവിടെ നമ്മൾ തഅ്വീൽ ചെയ്തല്ലോ, മുത്തലക്ക് ശജാഅത്തിന് ഒതുക്കി ചെയ്യപ്പെട്ടതാണ് എന്നതുപോലെ ഹാത്തിമുത്തായി എന്ന് പറഞ്ഞ ആള്, ആ പേരുള്ള ആള് ധർമ്മം അധികരിപ്പിച്ചപ്പോൾ അയാൾ ഹാത്തിമി എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠൻ എന്ന മഅനാക്ക് മഷൂറായി. അപ്പൊ പിന്നെ ഈ ഹാത്തിമിനെ എന്ത് ചെയ്യുക? അവിടെ തഅ്വീൽ ചെയ്യാം. അതായത് ഫയുജ്അലു, ഹാത്തിമിനെ ആക്കുക കഅന്നഹു മൗളൂഉൻ ലിൽ ജവാദി, ജവാദിലേക്ക് വലയി ചെയ്യപ്പെട്ടതുപോലെ. സവാഉൻ ഖാന, ആ ജവാദാവട്ടെ ദാലിക റജുലൽ മഅഹൂദ, ആ മഅഹൂദായ റജുലാവട്ടെ. മഅഹൂദായ റജുൽ എന്നാണ് ഹാത്തിം ഇബ്നു അബ്ദുല്ലാഹിബിനിൽ ഹസ്റജ് തായി. ഔ വൈറഹു, വൈറാവട്ടെ. മഅഹൂദ റജുലാകുമ്പോൾ മുതആറഫായി, വൈറാകുമ്പോൾ വൈറു മുതആറഫായി. കമാ മറ ഫിൽ അസദി, അസദിൽ പറഞ്ഞു വന്നതുപോലെ. ഫബിഹാദ തഅ്വീലി, ഈ തഅ്വീൽ കൊണ്ട്. എന്താ തഅ്വീല്? ഹാത്തിം എന്നുള്ളത് അലമാണെങ്കിലും അയാള് ജൂദ് കൊണ്ട് മഷ്ഹൂറായപ്പോൾ ഹാത്തിം എന്ന പേര് ജവാദ് എന്ന ധർമ്മിഷ്ഠൻ എന്ന മഅനാക്ക് മഷ്ഹൂറായി. അപ്പോൾ പിന്നെ അവിടെ തഅ്വീൽ ചെയ്യാം. എങ്ങനെ? ഹാത്തിമിനെ ഒലയി ചെയ്യപ്പെട്ടത് ജവാദിനിക്കാണ്. ആ തഅ്വീൽ കൊണ്ട് യതനാവലുൽ ഹാത്തിമു, ഹാത്തിമു ഉൾക്കൊള്ളിക്കും അൽ ഫർദൽ മുതആറഫ, മുതആറഫായ ഫർദിനെ, അൽ മഅഹൂദ, മഅഹൂദായ. അത് ഹാത്തിം ഇബ്നു അബ്ദുല്ലാഹിബ്നുൽ ഹസ്റജ്. വൽ ഫർദൽ ഗൈറൽ മുതആറഫ, ഗൈറു മുതആറഫായ ഫർദ്. രണ്ടും ജവാദാണ് ഉദ്ദേശം. പക്ഷേ ഹാത്തിമിന്റെ അത്ര ജൂദ് മറ്റുള്ളവർക്ക് ഉണ്ടാവൂല കേട്ടോ. പിന്നെ വയകൂനു ഇത്ലാഖുഹു, അപ്പോൾ ആ ഹാത്തിമിനെ പറയലാകും അലൽ മഹൂദി, മഹൂദിന്റെ മേൽ പറയലാകും. ഇനി ഹാത്തിമത്തായിന്റെ മേൽ പറയല് ഹഖീഖത്താവും. അവിടെ കരീനത്തുണ്ടാവൂല. റഅയ്തു ഹാത്തിമൻ എന്ന് മാത്രം പറഞ്ഞാൽ അത് യഥാർത്ഥ ഹാത്തിമുത്തായിയാണ്.
വഅലാ ഗൈരിഹി ആ ഹാത്തിമത്തായി അല്ലാത്തവരുടെ മേലും യകൂനിത്തിലാക്കു അലൽ മൗഹൂദി അതിന് ഹാത്തിമത്തായി ഹക്കീക്കത്താവും വഅലാ ഗൈരിഹി ആ മഅഹൂദ് അല്ലാത്തതിന്റെ മേൽ പറയലാകും. അതാരാൽ മിമ്മൻ യത്തസിഫു ബിൽ ജൂദി ജൂദ് കൊണ്ട് വസ്ഫ് സിദ്ധിക്കുന്നവരാൽ അത് ഇസ്തിആറത്താവും. നഹു റഅയ്തുൽ യൗമ ഹാത്തിമൻ ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ഒരു ഹാത്തിമിനെ കണ്ടു എന്ന് പറയും. അപ്പോൾ ദർമിഷ്ഠരെ കണ്ടു എന്നാ അത് ഇസ്തിആറത്താണ്. ഒറിജിനൽ ഹാത്തിമിനിക്ക് പറയുമ്പോൾ അത് ഹക്കീക്കത്തുമാണ്. പിന്നെ ജൂദിന് കൊല ചെയ്തു എന്ന മാനാക്ക്. മുഖ്തസർ 275 പേജ് 382. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. نحمدك يا من شرح صدورنا لتلخيص البيان في إيضاح المعاني ونور قلوبنا بلوامع التبيان من مطالع المثاني ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحرزين قصبات السبق في مضمان الفصاحة والبراءة وقرينتها إما أمر واحد كما في قولك رأيت أسدا يرمي أو أقصر كقوله فإن تعافوا العدل والإيمان فإن في أيماننا نيرانا وقرينتها ഇസ്തിആറത്തിന്റെ കരീനത്ത് ഇമ്മ അംറും വാഹിദുൻ ഒന്നുകിൽ ഒരു കാര്യം മാത്രമാണ്. കമാഫി കൗലിക്ക നിന്റെ കൗലിൽ ഉള്ളതുപോലെ റഅയ്തു അസദൻ യർമി. ഇവിടെ വഖരീനത്തുഹാ യഅനി മുസന്നിഫ് ഉദ്ദേശിക്കുന്നു അന്നൽ ഇസ്തിആറത്ത തീർച്ചയായിട്ടും ഇസ്തിആറത്ത് ലികൗലിഹ മജാസൻ ആ ഇസ്തിആറത്ത് മജാസായതിന് വേണ്ടി ഇസ്തിആറത്ത് മജാസായതിന് വേണ്ടി അത് മജാസ് ലുഗവിയാണോ മജാസ് അഖ്ലിയാണോ എന്ന് ഖിലാഫുണ്ട്. ആ വിഷയം കഴിഞ്ഞു. ലാ ബുദ്ദലഹ ഇസ്തിആറത്ത് മജാസായതിനു വേണ്ടി ആ ഇസ്തിആറത്തിന് കൂടാതെ കഴിയൂല മിൻ ഖരീനത്തിൻ മാനിഅത്തിൻ അൻ ഇറാദത്തിൽ മഅനൽ മൗളൂഇ ലഹു ലഫ്ളിനെ ഏതൊരു മഅനാക്കാണോ വലഇ ചെയ്യപ്പെട്ടത് ആ മഅനാനെ ഉദ്ദേശിക്കലിനെയും വിട്ട് വിലങ്ങുന്ന ഖരീനത്ത് കൂടാതെ കഴിയൂല. വഖരീനത്തുഹ ആ ഇസ്തിആറത്തിന്റെ ഖരീനത്ത് ഇമ്മ അംറും വാഹിദുൻ ഒന്നുകിൽ അത് ഒരു കാര്യം മാത്രമായിരിക്കും. കമാഫി കൗലിക്ക നിന്റെ കൗലിൽ ഉള്ളതുപോലെ റഅയ്തു അസദൻ യർമി അസദിനെ ഞാൻ കണ്ടു. എങ്ങനത്തെ അസദ്? യർമി അത് എറിയും. അപ്പൊ യർമി എന്നുള്ള ആ ഒരു കരീനത്താണ് ഇവിടെ അസദിനെ അതിൻ്റെ മൗളൂഉലുഹുവായ മഅനയിൽ ഉപയോഗിച്ചിട്ടില്ല. അതായത് മുത്തആറഫായ മഅനയിൽ അസ്സബുൽ മഖ്സൂസിൽ അതിനെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അർറജുലു സുജാഇലാണ് ഉപയോഗിച്ചത്. ഔ അക്സറു അല്ലെങ്കിൽ ഒന്നിനേക്കാൾ അധികമായിരിക്കും. ഐ അംറാനി ഔ ഉമൂറുൻ ഒന്നിനേക്കാൾ അധികമുള്ളത് രണ്ടമ്രാവാം അല്ലെങ്കിൽ പല കാര്യങ്ങളാവാം. യകൂനു കുല്ലു വാഹിദിൻ മിൻഹ കരീനത്തൻ അതിൽ നിന്ന് ഓരോന്നും കരീനത്താവും. കഖൗലിഹി ശിഅറുൻ ഫഇൻ തആഫുൽ അദ്ല വൽ ഈമാന ഫഇന്ന ഫീ അയ്മാനിനാ നീറാനാ. ഫഇൻ തആഫു നിങ്ങൾ വെറുക്കുകയാണെങ്കിൽ തആഫു കേട്ടോ. ഇവിടെ ദസൂഖിൽ കാണാം 472 വഖൗലുഹു ഫഇൻ തആഫു മഅഖൂദുൻ മിൻ ആഫ യആഫു
ബിമാന കരിഹ വ അസ്ലു ആഫ യആഫു അദിഫ യഅവഫു കഅലിമ യഅലമൂൻ. യുക്കാലു പറയപ്പെടും ആഫർ റജുലു തആമഹു വ ശറാബഹു, റജുല് വെറുത്തു അവന്റെ ഭക്ഷണത്തെ അവന്റെ വെള്ളത്തെ, ഐ കരിഹൂന ഐ ഇൻ തക്റഹുൽ അദ്ല വൽ ഇൻസാഫ വതമീലു ലിൽ ജൗരി വതക്റഹു തസ്ദീഖ ബിൻ നബിയ്യി. നിങ്ങൾ നീതിയെയും നിഷ്പക്ഷതയെയും വെറുക്കുകയാണെങ്കിൽ, എന്നിട്ട് നിങ്ങൾ അക്രമത്തിലേക്ക് ചായുകയും ചെയ്യുകയാണെങ്കിൽ, വതക്റഹു തസ്ദീഖ ബിൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കലിനെ നിങ്ങൾ വെറുക്കുകയും ആണെങ്കിൽ, ഫഇന്ന ഫി ഐദീനാ സുയൂഫൻ തൽമഉ കന്നീറാനീന, തീയിനെപ്പോലെ പ്രകാശിക്കുന്ന വാളുകൾ നമ്മുടെ കൈവശത്തിലുണ്ട്. നുഹാരിബുക്കും, നിങ്ങളോട് നമ്മൾ യുദ്ധം ചെയ്യും എന്നെല്ലാം ദസൂഖിൽ കാണാം. 472 പറയട്ടെ. അപ്പോൾ ഫഇൻ തആഫു എന്നുള്ളത് ആഫ യആഫു, അസ്ല് അദിഫ യഅവഫു, ഐ തക്റഹുൽ അദ്ല വൽ ഈമാന, നീതിയെയും വിശ്വാസത്തെയും നിങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളോട് നമ്മൾ യുദ്ധം ചെയ്യും എന്നാണ് ജവാബ്. ഫഇന്ന ഫി ഐമാനിനാ നീറാന, നിങ്ങൾ വെറുക്കുകയാണെങ്കിൽ നമ്മുടെ കൈവശത്തിൽ ഉണ്ട് നീറാനൻ, വാളുകളുണ്ട് എന്ന. ഇവിടെ നീറാനൻ എന്ന ലഫ്ദിന് അത് ഇസ്തിആറത്താണ്. ഐ സുയൂഫന്ന, വാളുകളുണ്ട്. സുയൂഫിന് ഇസ്തിആറത്ത് ചെയ്തു നീറാനിനെ കേട്ടോ. അപ്പോ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, സുയൂഫിനെ നീറാനിനോട് തശ്ബീഹാക്കി, സുയൂഫിനെ നീറാനിനോട് തശ്ബീഹാക്കി. അതെന്താ? ജാമി ലമആൻ, പ്രകാശം രണ്ടിലും ഉണ്ട്. തീയിലും പ്രകാശമുണ്ട്, പിന്നെ വാലിലും പ്രകാശമുണ്ട്. ഇവിടെ കാണാം കൗലുഹു ദസൂഖി 473 കൗലുഹു ഐ സുയൂഫൻ തൽമഉ, ഐ സുയൂഫൻ തൽമഉ, പ്രകാശിക്കുന്ന വാളുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഐ ഫഖദ് സുബ്ബിഹ സുയൂഫു ബിൻ നീറാനി ബിജാമിഇൽ ലമആനി ഫീ കുല്ലി വസ്തആറ ഇസ്മൽ മുശബ്ബഹി ബിഹി, മുശബ്ബഹ് ബിഹിന്റെ ഇസ്മായ നീറാനിനെ വായ്പ വാങ്ങി ലിൽ മുശബ്ബഹി അലാ ത്വരീഖിൽ ഇസ്തിആറത്തിൽ മുസറഹത്തീൻ കേട്ടോ. ഐ സുയൂഫൻ തൽമഉ കശുഅലിൻ നീറാനി, തീയിൻ്റെ തീജ്വാലകളെപ്പോലെ തീജ്വാല വാളിനുണ്ട്. കശുഅലിൻ നീറാനി. ഇവിടെ ഫതഅല്ലുഖു ഖൗലിഹി, ശാഇറിന്റെ കൗല് ബന്ധിക്കൽ. ഏത് കൗല്? തആഫു എന്ന കൗല് ബന്ധിക്കൽ. ബികുല്ലി വാഹിദിൻ മിനൽ അദ്ലി വൽ ഈമാനി, അദ്ലി ഈമാനിൽ നിന്ന് ഓരോന്നിനോടും ബന്ധിക്കൽ. അത് കരീനത്തുൻ, ആ തഅല്ലുഖ് കരീനത്താണ്. അല അന്നൽ മുറാദ ബിൻ നീറാനി, നീറാന് കൊണ്ടുള്ള മുറാദ് അസ്സുയൂഫു, സുയൂഫ് വാളുകളാണ് എന്നതിൻ്റെ മേൽ കരീനത്താണ്. അതെന്തുകൊണ്ട്? ലിദലാലത്തിഹി, ഇൻതആഫു എന്നത് അദ്ലി ഈമാനിനോട് ബന്ധിക്കൽ അറിയിച്ചു. അല അന്ന ജവാബ ഹാദ ഷർത്തി, ഈ ഷർത്തിന്റെ ജവാബ് തുഹാറബൂന വൽ തുൽജഊന ഇല ത്വാഅത്തി ബിസ്സുയൂഫി എന്നാണ്. നീതിയെയും വിശ്വാസത്തെയും നിങ്ങൾ വെറുക്കുകയാണെങ്കിൽ നിങ്ങളോട് നമ്മൾ യുദ്ധം ചെയ്യും. അപ്പോൾ അതിന് ഈമാനിനോട് ഇൻതആഫു എന്ന ആ ഷർത്തിന്റെ തഅല്ലുഖ്,
ആ തഅല്ലുക്ക് അറിയിച്ചു. എന്ത്? ഈ ഷർത്തിന്റെ ജവാബ് തുഹാറബൂന വതുൽജഊന, നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെടും. വതുൽജഊന, നിങ്ങളെ ചേർക്കപ്പെടും. ഇലത്താഅത്തി, വഴിപ്പെടലിലേക്ക്, ബിസ്സുയൂഫി, വാളുകളെ കൊണ്ട്. അപ്പോൾ ഇവിടെ അദില്, ഈമാന്, അതാണ് കരീനത്ത്. രണ്ട് കാര്യം, ഓരോന്നും കരീനത്താണ് കേട്ടോ. കാരണം എന്തുകൊണ്ട്? നീതിയെയും ഈമാനിനെയും വെറുക്കുമ്പോൾ ഞങ്ങളെ കയ്യിൽ തീയുണ്ട് എന്ന് പറയുമ്പോൾ ആ തീ കൊണ്ടുള്ള ഉദ്ദേശം വാളാണെന്ന് മനസ്സിലാവും. കാരണം ഷർത്തിന് ജവാബ് പാടല്ലോ. ആ ജവാബിന്റെ മേൽ അറിയിക്കുന്നതാണ് എന്ത്? ഈ ഇന്ന ഫി ഐമാനിന നീറാനൻ എന്നുള്ളത്. അത് ജവാബല്ല. അപ്പൊ നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെടും എന്നാണ് അതിന്റെ ജവാബ്. യുദ്ധം ചെയ്യണമെങ്കിൽ പിന്നെ എന്ത് വേണം? വാള് വേണം. അതാണ് നീറാണ് കൊണ്ടുള്ള ഉദ്ദേശം. ഇവിടെ സുയൂഫാണ്. ഈ ദലാലത്തിഹി എന്നാ പറഞ്ഞത്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം, ഫതഅല്ലുഖു ഖൗലിഹീന, അല്ലേ? ഫതഅല്ലുഖു ഐ ഇർതിബാതു ഖൗലിഹി തആഫു. തആഫു എന്ന കൗല് ബന്ധിക്കൽ. ബികുല്ലിൻ ലാഹിറുഹു അന്നൽ ഖരീനത അലാ അന്നൽ മുറാദ ബിൻ നീറാനി, നീറാനുള്ള ഉദ്ദേശം അസ്സുയൂഫു, വാളുകളാണ് എന്നതിൻ്റെ മേലുള്ള കരീനത്ത്. തഅല്ലുഖുൽ ലിആഫത്തി എന്നാണ് ഇവിടെ എന്തിലുള്ളത്? നമ്മുടെ ദസൂഖയിലുള്ളത് തഅല്ലുഖുൽ ലിആഫത്തി. അത് താഴെ നമ്പർ കാണാം. ഖൗലുഹു അൽ ലിആഫത്ത് ഹഖദാ ഫിൻ നുസഖി വസവാബുഹു അൽ ഇയാഫത്ത് എന്ന് പറയലാണ്. അപ്പോൾ തഅല്ലുഖുൽ ഇയാഫത്തി, ഇയാഫത്ത് ബന്ധിക്കലാണ് ബി കുല്ലിൻ മിനൽ അദ്ലി വൽ ഈമാനി വഫീഹി. ഇതിൽ പറയാറുണ്ട് എന്താ? അന്നൽ കലാമ ഫിൽ കരീനത്തിൽ മുതഅദ്ദിദത്തി, നമ്മുടെ കലാമ മുതഅദ്ദിദത്തായ കരീനത്തിനാണല്ലോ. വഹിയലാ തകൂനു ഇല്ലാ ലഫ്ളിയത്തൻ, അത് ലഫ്ളിയത്തല്ലാതാവൂല. വതഅല്ലുഖു വൽ ഇർതിബാതു ലൈസ കദാലിക, അത് ലഫ്ളിയത്തല്ല. ഫലൗലാ യഖൂല, അപ്പോൾ നല്ലത് ഇങ്ങനെ പറയലാണ്, ഫകുല്ലു വാഹിദിൻ മിനൽ അദ്ലി വൽ ഈമാനി, അദ്ലി ഈമാനിൽ നിന്ന് ഓരോന്നും ബിഇത്തിബാരി തഅല്ലുഖിൽ ഇയാഫത്തി എന്ന് വേണം. താഴെ ഇയാഫത്തി എന്നാണ് ഇതിലുള്ളത്. സവാബ് ഇയാഫത്ത് എന്നാണെന്ന് താഴെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാഫത്ത് ബന്ധിക്കലാണ് ബിഹി. ഫകുല്ലു വാഹിദിൻ മിനൽ അദ്ലി വൽ ഈമാനി ബിഇത്തിബാരി തഅല്ലുഖിൽ ഇയാഫത്തി ബിഹി, അദ്ലി ഈമാനിൽ നിന്ന് ഓരോന്നിനോടും ഇയാഫത്ത് ബന്ധിക്കൽ കരീനത്താണ്. അങ്ങനെ പറയണം. അപ്പൊ ഇങ്ങനെ പറയേണ്ടത്, അദ്ലി ഈമാനിൽ നിന്ന് ഓരോന്നും കരീനത്താണ്. എങ്ങനെ? ഇയാഫത്ത് അതിനോട് ബന്ധിക്കലിനെ ഇത്തിബാറ് ചെയ്യലുകൊണ്ട് അദ്ലി ഈമാനിൽ നിന്ന് ഓരോന്നും കരീനത്താണ്. അല അന്നൽ മുറാദ ബിൻ നീറാനി അസ്സുയൂഫൂൻ, അങ്ങനെ വേണ്ടത്. അപ്പൊ ഇവിടെ അദ്ലും ഈമാനുമാണ് എന്ത്? കരീനത്ത്. ഇവിടെ നീറാന് കൊണ്ടുള്ള ഉദ്ദേശം തീയല്ല. കാരണം എന്തുകൊണ്ട്? അദ്ലിനെയും ഈമാനിനെയും നിങ്ങൾക്ക് അനിഷ്ടമാണെങ്കിൽ, ഇതൊരു മുവഹിദാണല്ലോ പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ തീയുണ്ട് എന്ന് പറഞ്ഞാൽ തീയിൽ നിങ്ങളെ കരിച്ചു കളയും എന്ന് അർത്ഥം വെക്കാൻ പറ്റൂല. കാരണം ഈ വാക്കുകൊണ്ട് എന്ത് കിട്ടി? അദ്ല്, നീതി, നിഷ്പക്ഷത, തസ്ദീഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വസിക്കൽ. ഇതിനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? എന്നാൽ ഞങ്ങളുടെ കയ്യിൽ തീയുണ്ട്, തീ കൊണ്ട് കരിച്ചു കളയും എന്നൊരു മുഅ്മിന് പറയൂലല്ലോ. അപ്പോൾ നിങ്ങളോട് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യണമെങ്കിൽ വാള് വേണം. അവൻ ഈറാട് കൊണ്ടുള്ള ഉദ്ദേശം സയൂഫാണ്, അല്ലാതെ തീയല്ല. കാരണം ഇത് പറയുന്നത് ഒരു മുവഹിദാണ്.
ഒരു മുവഹിദിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല തീ കൊണ്ട് കരിക്കൽ. പിന്നെ അപ്പോൾ പല കാര്യങ്ങളായിരിക്കും. ഔ മആനിൻ മുൽത്തമിഅത്തുൻ, അല്ലെങ്കിൽ എന്താണ്, കൂടിച്ചേർന്നതായ ഒരുപാട് മഅനകളായിരിക്കും കരീനത്ത്. എങ്ങനത്തെ മുൽത്തമിഅത്ത് എന്ന് പറഞ്ഞാൽ മർബൂത്തുൻ ബഅ്ലുഹാ ബിബഅലിൻ, മഅനകളിൽ നിന്ന് ചിലതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. യക്കൂനുൽ ജമീഉ കരീനത്തൻ, മുഴുവനും കരീനത്താവും. ലാ കുല്ലു വാഹിദിൻ, ഓരോന്നുമല്ല. അങ്ങനെയാണ്. ഒവിഹാദ, ഈ പറഞ്ഞതുകൊണ്ട്, ഏത് ഔ മആനിൽ മുൽത്തമിഅത്തുൻ മർബൂത്തുൻ ബഅ്ലുഹാ ബിബഅലിൻ യക്കൂനുൽ ജമീഉ കരീനത്തുൻ, അതിന്റെ മജ്മൂ കരീനത്താവും. ഓരോന്നും എന്തല്ല, കരീനത്തല്ല എന്ന് ശാരിഹ് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് കൊണ്ട് ലാഹിറായി ഫസാദു കൗലി മൻ, ചിലരുടെ കൗല് ഫസാദാണെന്ന് ലാഹിറായി. എന്താ സഅമ, ആ ചിലര് മനസ്സിലാക്കി, അന്ന കൗലുഹു, മുസന്നിഫിന്റെ കൗല്, ഔ അക്സറു, ഒന്നിലധികം കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അത് ഷാമിലുൻ, അത് ഉൾക്കൊള്ളിക്കുമല്ലോ, ലി കൗലിഹി മആനിൻ, മആനിൻ എന്ന കൗലിനെ. കാരണം മആനിൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മഅനകൾ, അക്സർ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കാര്യങ്ങൾ എന്നാണ്. പക്ഷേ അത് രണ്ടും വ്യത്യാസമുണ്ട്. ലി കൗലിഹി മആനിൻ എന്ന കൗലിനെ ഉൾക്കൊള്ളിക്കുമല്ലോ. ഫലാ യസിഹു, അപ്പൊ സഹിയാവുകയില്ല, ജഅലുഹു ഔ മആനിൽ മുൽത്തമിഅത്തുൻ എന്നതിനെ ആക്കൽ മുഖാബിലല്ലഹു, ഈ അക്സർ എന്നതിന്റെ മുഖാബില, അതിന്റെ ഓപ്പോസിറ്റ് ആക്കലും, ഓ കസീമൻ, അതിന്റെ ഒരു എതിര് ഓഹരിയാക്കലും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞത് ഫാസിദാണെന്ന് ലാഹിറായി. കാരണം അവക്കസുറൂത് പറഞ്ഞത് ഒന്നിലധികം കാര്യങ്ങളാണ്, ഓരോന്നും കരീനത്താണ് എന്നാ. ഓരോന്നും കരീനത്താവും. രണ്ട് കാര്യമുണ്ട്, അത് രണ്ടും കരീനത്താണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, ഉമൂറുൻ. പക്ഷെ ഇവിടെ ഈ മൈനകളുടെ മജ്മു ആണ് കരീനത്ത്, ഓരോന്നും എന്തല്ല, കരീനത്തല്ല. അപ്പൊ മനസ്സിലായി. ആദ്യം പറഞ്ഞത് ഓരോന്നും കരീനത്താണ്, ഇത് ഓരോന്നും കരീനത്തല്ല, മജ്മു ആണ് കരീനത്ത്. പിന്നെ കൗലിഹി, ഷാഇറിന്റെ കൗല് പോലെ, വസാഇകത്തിൻ മിൻ നസിലിഹി തൻകഫി ബിഹാ അലാ റൂസിൽ അഖ്റാജി ഖംസു സഹായിബു. ഖംസു സഹായിബി വസാഇകത്തിൻ മിൻ നസിലിഹി തൻകഫി ബിഹാ അലാ റൂസിൽ അഖ്റാനി ഖംസു സഹായിബി. സഹായിബ എന്നാണ്, ഗൈറു മുൻസരിഫാണ്. അത് ബൈത്തിന് വേണ്ടി ജർ ചെയ്തു, ഖംസു സഹായിബി. വസാഇകത്തിൻ, എത്ര ഇടിത്തീകളാണ്, ഇടിത്തീയ്. മിൻ നസിലിഹി, ഐ നസിലി സൈഫിൽ മംദൂഹി, മംദൂഹിന്റെ വാളിന്റെ മുനയിൽ നിന്ന് ഉത്ഭവിച്ചതായ എത്ര ഇടിത്തീയ്. തങ്കഫി ബിഹാർ, ആ ഇടിത്തീകളെ കൊണ്ട് മറിച്ചിടും. അതായത് ആ ഇടിത്തീയിനെ, സ്വായിക്കത്തിനെ മറിച്ചിടുന്നതാണ്. അത് തൈദീയത്തിന്റെ ഭാഗത്താണ്. മിൻ ഇൻകഫ, ഇൻകഫ എന്നതിൽ നിന്ന് ചെരിയും എന്നാണ് ഇൻകഫ. ഐ ഇൻകലബാന വൽ ബാഉൽ തഅദിയത്തി. അപ്പൊ തങ്കഫി ബിഹ, ആ സ്വായിക്കത്ത് കൊണ്ട് ചെരിയും. അപ്പൊ സ്വായിക്കത്തിനെ ചെരിക്കും എന്നായി. വൽ മഅന റുബ്ബനാരിൻ, എത്ര തീയ്യുകൾ, സായിക്കത്ത് തീയ്യ് എന്നർത്ഥം. മിൻ ഹദ്ദി സൈഫിഹി, മംദൂഹിന്റെ വാളിന്റെ മുനയിൽ നിന്ന്. തുകല്ലിബുഹ, ആ തീയിനെ, നാറിനെ മറിച്ചിടും.
അല റുഊസിൽ അക്റാനി, ആ മംദൂഹിനെ പോലത്തവരുടെ തലകളുടെ മേലിൽ ആര് മറിച്ചിടും? ഹംസു സഹായിബ, ഹംസു സഹായിബി. ഇതിന്റെ ലറൂറത്തിന് വേണ്ടി അങ്ങനെ കസ്ർ ചെയ്തതാണ്. 5 മേഘങ്ങൾ എന്ന് പറഞ്ഞ 5 വിരൽ കൊടികൾ ഐ അനാമിലുഹുൽ ഹംസു, ആ മംദൂഹിന്റെ 5 വിരലുകൾ എന്നാ. ഇവിടെ അനാമിലിന് അസാബി എന്നർത്ഥം. അജ്സാ പറഞ്ഞ് ജുസ് പറഞ്ഞു കുല്ലു മുറാദ്. അല്ലത്തി എങ്ങനത്തെ 5 വിരലുകൾ? ഹിയാദ് ഫിൽ ജൂദി, ധർമ്മത്തിന്റെ വിഷയത്തിൽ, ഉമൂമിൽ അത്തായ, വ്യാപകമായ ധർമ്മത്തിന്റെ വിഷയത്തിലും സഹായിബു മേഘങ്ങളാണ്. ഐ യസുബുഹ, ആ തീയിനെ മറിച്ചൊരിക്കും, അല അക്ഫാഇഹി, തന്നെപ്പോലത്തവരുടെ മേലിൽ, ഫിൽ ഹർബി, യുദ്ധത്തിൽ, ഫയുഹ്ലിക്കുഹും, അപ്പോൾ അവരെ ഈ മംദൂഹ് എന്താണ്? ഫയുഹ്ലിക്കുഹും ബിഹ, അവരെ നശിപ്പിക്കും, ബിഹ, ആ കൈകളെ കൊണ്ട്. ഇവിടെ ലമ്മസ്തആറ സഹായിബ, ഈ ഷാഇർ സഹായിബിനെ ഇസ്തിആറത്ത് നടത്തി. ലി അനാമിലിൽ മംദൂഹി, മംദൂഹിന്റെ വിരലുകൾക്ക്. അനാമിൽ എന്ന് പറഞ്ഞാൽ വിരലിന്റെ തലകളാണ്, പക്ഷേ ജുസ് പറഞ്ഞു കുല്ലു മുറാദ്, വിരലുകൾക്ക് വായ്പ വാങ്ങി. എന്നിട്ട് വദക്കറ, ഷാഇർ പറഞ്ഞു, അന്നഹുനാക്ക, ആ ഇസ്തിആറത്തിലുണ്ട്, എന്തുണ്ട്? സായിക്കത്തുണ്ട്. അതെങ്ങനെ? സഹായിബിൽ നിന്നാണല്ലോ സായിക്കത്തുണ്ടാകുന്നത്. അപ്പോൾ ഇസ്തിആറത്തിൽ സായിക്കത്തുണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ ആ സായിക്കത്ത് യഥാർത്ഥത്തിൽ സഹായിബിൽ നിന്നുള്ളതല്ല. അവിടെ സായിക്കത്തുണ്ട് എന്ന് പറഞ്ഞു. 5 മേഘങ്ങൾ സഹായിബിനെ ഉപയോഗിച്ചപ്പോൾ സഹായിബിൽ നിന്നാണ് ഹക്കീക്കത്തിൽ സായിക്കത്തുണ്ടാകുന്നത്. അപ്പോ അവിടെ സായിക്കത്തുണ്ട്, സഹായിബ്. ഓ ബയ്യന, എന്നിട്ട് ഷാഇർ വ്യക്തമാക്കി, അന്നഹ, ആ സായിക്കത്ത്, മിൻ നസ്ലി സൈഫിഹി, അദ്ദേഹത്തിന്റെ വാളിന്റെ മുനയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, സഹായിബിൽ നിന്നല്ല. സഹായിബിന്റെ മുലായിമയാണ് സായിക്കത്ത്. സംഗതി ഈ സായിക്കത്ത് ഇവിടെ ഇടിത്തീ ഉണ്ട് എന്നും, ആ ഇടിത്തീ മംദൂഹിന്റെ വാളിന്റെ മുനയിൽ നിന്നുള്ളതുമാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ഇസ്തിആറത്തുണ്ട്. അവിടെ വാളിന്റെ മൂർച്ചക്ക് സായിക്കത്തിന് ഉപയോഗിച്ചു, അവിടെ മറ്റൊരു ഇസ്തിആറത്തുണ്ട്. അത് നമ്മൾ വേറെ മനസ്സിലാക്കണം. നമ്മളെ വിഷയം അവിടെയല്ല. സായിക്കത്ത് എന്നുള്ളത് ഹക്കീക്കത്തിൽ മേഘത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഇവിടെ വാളിന്റെ മുനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീയ്, ആ തീയിനിക്ക് സായിക്കത്ത് എന്നുപയോഗിച്ചു. അതൊരു ഇസ്തിആറത്താണ്. അത് മറ്റൊരു ഇസ്തിആറത്താണ് കേട്ടോ. അപ്പോ വാളിന്റെ ആ വെട്ടല് ലർബുസൈഫിന് സായിക്കത്തിന് ഉപയോഗിച്ചു എന്നർത്ഥം. ഇവിടെ പറയട്ടെ, സുമ്മ കാല, പിന്നെ ഷാഇർ പറഞ്ഞു, അലാ റുഊസിൽ അക്റാനി എന്ന് പറഞ്ഞു. ആ സായിക്കത്തിനെ തൻ്റെ കാലക്കാരുടെ തലകളുടെ മേൽ മറിച്ചിടും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സായിക്കത്ത് സഹായിബിൽ നിന്നുള്ള സായിക്കത്തല്ല. സുമ്മക്കാല, പിന്നെ ഷാഇർ പറഞ്ഞു, ഹംസുൻ എന്ന് പറഞ്ഞു. ഹംസു സഹായിബ 5 മേഘങ്ങൾ, അതായത് 5 വിരലുകൾ. ഫദക്കറൽ അദദ, അദദിനെ പറഞ്ഞു. അല്ലദീ ഹുവ അദദുൽ അനാമിലാണ്. അവിടെ തന്നെ മനസ്സിലായി സഹായിബ് കൊണ്ടുള്ള ഉദ്ദേശം ഇവിടെ സഹായിബല്ലാന്ന്. ഫളഹറ മിൻ ജമീഇ ദാലിക, ഈ പറഞ്ഞതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും വളരെ വ്യക്തമായി, അന്നഹു അറാദ ബി സഹായിബി, സഹായിബ് കൊണ്ട് ഷാഇർ ഉദ്ദേശിച്ചത് അല്ലനാമിലു, വിരലുകളാണ്. കാരണം 5 മേഘങ്ങൾ ഉണ്ടാകൂലല്ലോ. അപ്പോ
ഹംസു സഹായിബ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി സഹായിബ് ഇവിടെ എന്തല്ല, അതിൻ്റെ ഹക്കീക്കിയ മാനാക്കല്ല. പക്ഷേ അനാമിലിന് സഹായിബിന് അനാമിലിന് ഇസ്തിആറത്ത് ചെയ്തതാണെന്ന് ഇവിടെ സ്വായിക്കത്തിനെ പറഞ്ഞതുകൊണ്ടും അതായത് സായിക്കത്തിനെ പറഞ്ഞു ആദ്യം. ഇപ്പോൾ സായിക്കത്തിൻ, പിന്നെ അത് ആ സായിക്കത്ത് മിന്നസിലിഹി എന്ന് പറഞ്ഞല്ലോ, വാലിന്റെ മുനയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന് പറഞ്ഞു. പിന്നെ തൻ്റെ കാലക്കാരുടെ മേൽ അതിനെ ആ തീയിനെ ചൊരിക്കും എന്ന് പറഞ്ഞു. ആര് ചൊരിക്കും? 5 മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ 5 വിരലുകൾ. അപ്പോൾ ആ പറഞ്ഞതിൽ നിന്നെല്ലാം മനസ്സിലായി, ഈ ഹംസുൻ എന്ന് പറഞ്ഞത് കൊണ്ടും മനസ്സിലായി സഹായിബ് ഇവിടെ അനാമിലിനാണ് ഇസ്തിആറത്ത് നടത്തിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇനി വഹിയ അയ്യൽ ഇസ്തിആറത്ത് ബിഇത്തിബാരി തൊറഫൈനി, അതിൻ്റെ 2 തൊറഫിനെ ഇത്തിബാർ ചെയ്യലുകൊണ്ട്. ഏതാണ് 2 തൊറഫ്? അൽ മുസ്തആരി മിന്നു വൽ മുസ്തആരി ലഹു, മുസ്തആർ മിന്നു മുസ്തആർ ലഹു. അതിനെ ഏറ്റിബാർ ചെയ്യലുകൊണ്ട് കിസ്മാനി 2 കിസ്മാണ്. ലഅന്ന ജിത്തിമാഅഹുമാ ഐ ഇജ്തിമാഅ തൊറഫൈനി, 2 തൊറഫ് ഒരുമിച്ച് കൂടല് കേട്ടോ. ഫീ ഷൈഇൻ, ഒരു ഷൈഇൻ ഒരുമിച്ച് കൂടല്. അപ്പോൾ 2 തൊറഫിനെ എഴുത്തിബാർ ചെയ്യലുകൊണ്ട് 2 കിസ്മാണ്. കാരണം ഈ 2 തൊറഫും മുസ്തആറു മിന്നും മുസ്തആറു ലഹും, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മുശബ്ബഹും മുശബ്ബഹു ബിഹിയും, അത് 2ഉം ഒരുമിച്ച് കൂടൽ. ഇജ്തിമാഅ തർഫൈനി, 2 തർഫും ഒരുമിച്ച് കൂടൽ. ഫീ ഷൈഇൻ, ഒരു ഷൈഇൽ ഒരുമിച്ച് കൂടൽ. ഇമ്മാ മുംകിനുൻ, അത് ഒന്നുകിൽ അത് മുംകിനാണ്. 2 തർഫും ഒരു ഷൈഇൽ ഒരുമിച്ച് കൂടൽ മുംകിനാണ്. അതെങ്ങനെ? നഹ്വു അഹ്യൈനാഹു പോലെ. ഫീ അവമങ്കാന മൈത്തൻ ഫഅഹ്യൈനാഹു. വിശദീകരണം അൻആം സൂറത്ത് 122 ആയത്ത് നോക്കുക. ഇവിടെ 2 ഇസ്തിആറത്തുണ്ട്. ഇവിടെ ലാല് എന്ന ലഫ്ദിന് മൈത്തിനെ ഇസ്തിആറത്ത് ചെയ്തു. ഹദൈനാഹു എന്നതിന് അഹ്യൈനാഹു എന്നതിനെയും ഇസ്തിആറത്ത് ചെയ്തു. ഇവിടെ 2 ഇസ്തിആറത്തുണ്ട്. ലാല് എന്ന മഅനാക്ക് മൈത്തിനെ, ഹദൈനാഹു എന്ന മഅനാക്ക് അഹ്യൈനാഹുനെ. അപ്പോ അവമങ്കാന മൈത്തൻ ഐ ലാലൻ എന്നാണ് മൈത്തൻ എന്നതിൻ്റെ അർത്ഥം. പിഴച്ചവൻ, ദുർമാർഗത്തിൽ പ്രവേശിച്ചവൻ എന്നാണ് മൈത്തിന്റെ മഅന. അപ്പോൾ ലാലിനിക്ക് മൈത്തിനെ ഇസ്തിആറത്ത് നടത്തി. ഫഹദൈനാഹു എന്നത് അഹ്യൈനാഹുവിന്റെ മഅനയാണ്. ഇവിടെ നോക്ക്, ഇവിടെ നമ്മളെ വിഷയം അഹൈനാഹു എന്ന് പറഞ്ഞുകൊടുത്താണ്. ഫഹദൈനാഹു ഇസ്തിആറൽ ലിഹിയ, അല്ലാഹു തആല യഹ്യായിനെ ഇസ്തിആറത്ത് നടത്തി. മിൻ മഅനാഹുൽ ഹഖീഖി, അതിന്റെ ഹഖീഖിയായ മഅനയിൽ നിന്ന്. ഏതാണ് യഹ്യായിന്റെ ഹഖീഖിയായ മഅന? വഹുവ, ആ ഹഖീഖിയായ മഅന ജഅലു ശൈഇ ഹയ്യൻ, ഒരു ശൈഇനെ ഹയാത്താക്കൽ. അതാണ് യഹ്യായിന്റെ ഹഖീഖിയായ മഅന. എന്തിന് ഇസ്തിആറത്ത് നടത്തി? ലിൽ ഹിദായത്തി, ഹിദായത്തിൽ ഇസ്തിആറത്ത് നടത്തി. അപ്പൊ ഹിദായത്ത്, അപ്പോൾ ഇസ്തിആറത്ത് തബഇയ്യത്താണ്. ഇവിടെ ആദ്യം ഫിഇലിൽ ഇസ്തിആറത്ത് ആദ്യം അതിന്റെ മസ്തറിൽ നടത്തണമല്ലോ. അപ്പൊ ഹിദായത്തിനക്ക് ഇസ്തിആറത്ത് നടത്തി. അല്ലത്തേകത്തെ ഹിദായത്ത് അദ്ദലാലത്തു അലാ തരീഖിൻ, ഒരു വഴിയുടെ മേൽ അറിയിച്ചു കൊടുക്കൽ. തൂസിലു, ആ തരീഖ് ചേർക്കും, ഇലൽ മത്ലൂബി, മത്ലൂബിലേക്ക് ചേർക്കും. അപ്പോൾ ഇവിടെ ആദ്യം എന്താണ്? യഹ്യാഇനോട് ഹിദായത്തിനെ തശ്ബീഹാക്കി. അപ്പൊ മുശബ്ബഹ് ബിഹി യഹ്യാ, മുശബ്ബഹ് ഹിദായത്ത്. എന്നിട്ട് മുശബ്ബഹ് ഹിദായത്ത്
ഹിദായത്തിനിക്ക് ഇഹ്യായിനെ ഇസ്തിആറത്ത് തശ്ബീഹാക്കി. ആദ്യം ഇഹ്യായിനോട് ഹിദായത്തിന് തശ്ബീഹാക്കിയിട്ട് ഹിദായത്തിന് ഇഹ്യായിനെ വായ്പ വാങ്ങി. എന്നിട്ട് ഫെയിലിൽ ഇസ്തിആറത്ത് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മുശബ്ബഹും മുശബ്ബഹു ബിഹിയും, അല്ലെങ്കിൽ മുസ്തആറും മുസ്തആറു ലഹു. മുസ്തആറ് ലഹു ഏതാണ്? മുസ്തആറ് ലഹു ഹദൈനാഹു ആണ്. മുസ്തആറു മിന്നു അഹ്യൈനാഹു ആണ്. ഇത് രണ്ടും. വൽ ഇഹ്യാഉ വൽ ഹിദായത്തു മുശബ്ബഹും മുശബ്ബഹു ബിഹിയും, അതല്ലെങ്കിൽ മുസ്തആറ് ലഹും മുസ്തആറു മിന്നും മിമ്മ ഒന്നിൽപ്പെട്ടതാണ്. യുംകിനു ഇജ്തിമാഉഹുമാ ഫീ ഷൈഇൻ വാഹിദിൻ, ഒരു ഷൈഇൽ അത് രണ്ടും ഒരുമിച്ചുകൂടൽ മുംകിനാണ്. കാരണം അല്ലാഹു തആല മുഹ്യിയുമാണ്, പിന്നെ ഹാദിയുമാണ്. അല്ലാഹുവിൽ രണ്ടും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഹഖീഖത്തിൽ മുഹ്യി അല്ലാഹു തആലയാണല്ലോ. അപ്പോ മഖ്ലൂഖിനെ സംബന്ധിച്ച് അങ്ങനെ പറയണ്ട. ഇനി മഖ്ലൂഖിനെ സംബന്ധിച്ചും പറയാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഉഹ്യിൽ മൗത്താ. അല്ലാഹു തആല കഴിവ് കൊടുത്താൽ സത്തേജകത്തിലെ ജീവൻ ഇടിച്ചവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഏതായാലും അല്ലാഹുവിൽ രണ്ടും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, ഇഹ്യാഹും ഹിദായത്തും. വഹാദ ഈ പറഞ്ഞത് കേട്ടോ, വഹാദ ഈ പറഞ്ഞത് ഇഹ്യ എന്ന ലഫ്ദിനെ ഹിദായത്തിന് വായ്പ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇസ്തിആറൽ ഇഹ്യാ ലിൽ ഹിദായത്തി എന്ന ശാരിഹിയുടെ തഫ്സീർ എടുത്തത്. ആ പറഞ്ഞത് ഔല, അതാണ് ഏറ്റവും നല്ലത്. മിൻ ഖൗലിൽ മുസന്നിഫി, മുസന്നിഫ് ഈലാഹിൽ പറഞ്ഞതിനേക്കാൾ. എന്താ ഈലാഹിൽ പറഞ്ഞത്? ഇന്നൽ ഹയാത്ത വൽ ഹിദായത്ത, ഹയാത്തും ഹിദായത്തും മിമ്മാ യുംകിനു ഇജ്തിമാഉഹുമാ ഫീ ഷൈഇൻ, അത് രണ്ടും ഒരു ഷൈഇൽ ഒരുമിച്ച് കൂടൽ മുംകിനായതിൽ പെട്ടതാണ്. മുസന്നിഫ് പറഞ്ഞത് എന്താണ്? ഹയാത്ത് എന്നാണ്. മനസ്സിലായില്ലേ? ഇന്നൽ ഹയാത്ത വൽ ഹിദായത്ത മിമ്മാ യുംകിനു ഇജ്തിമാഉഹുമാ ഫീ ഷൈഇൻ വാഹിദിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാരണം അന്നൽ മുസ്തആറ മിന്നു, മുസ്തആറ് മിന്നു ഹുവൽ ഇഹ്യാഉ, ഇഹ്യാ ആണ്, ലൽ ഹയാത്തു ഹയാത്തല്ല കേട്ടോ. മുസ്തആറ് മിന്നു ഇഹ്യാ ആണ്, ഹയാത്തല്ല. പിന്നെ അപ്പൊ പിന്നെ മുസന്നിഫ് അവിടെ ഹയാത്ത് കൊണ്ടുള്ള മുറാദ് ഇഹ്യാ ആണ് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് മുസന്നിഫ് അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇഹ്യാഇന്റെ അസറാണല്ലോ ഹയാത്ത്. ഇഹ്യാഇന്റെ ഒരു അസറാണ് ഹയാത്ത്. ആ നിലക്ക് പറഞ്ഞതാണ്. മുസന്നിഫിന്റെ കൗല് ഖത്ത ഒന്നും അല്ല. പിന്നെ ഇന്നമാ ഖാല, തീർച്ചയായിട്ടും മുസന്നിഫ് പറഞ്ഞു നഹ്വു അഹ്യൈനാഹു എന്ന് പറഞ്ഞു അല്ലേ. അതേ സമയത്ത് നഹ്വു മൈത്തൻ ഫാഹിയൈനാഹു, മൈത്തന്റെ അവിടെ ഇസ്തിആറത്തുണ്ടല്ലോ, അത് പറഞ്ഞില്ല. കാരണം അന്ന തൊറുഫൈനി, രണ്ട് തൊറുഫ്, ഹിദായത്തും ഇഹിയാവും. ആ രണ്ട് തൊറുഫ് അന്ന തൊറുഫൈനി, രണ്ട് തൊറുഫ് ഇസ്തിആറത്തിൽ മയ്യിത്തിനെ ഇസ്തിആറത്ത് നടത്തിയതിൽ ലില്ലാലി, ലാലിനിക്ക് ഇസ്തിആറത്ത് നടത്തിയതിൽ, അവിടെ ലാല് മുസ്തആറ് ലഹുവാണ്, മയ്യിത്ത് മുസ്തആറ് മിന്നുവാണ്. അവിടെയുള്ള രണ്ട് തറുഫ് മിമ്മ ലാ യുംകിനു ഇജ്തിമാഉഹുമാ, അത് രണ്ടും ഒരുമിച്ച് കൂടൽ ഇംകാർ ഇല്ലാത്തതിൽപ്പെട്ടതാണ്. അപ്പൊ അവിടെ ഇജ്തിമാഉ മുംതനി ആണ്, അത് പിന്നീട് വരുന്നുണ്ട്. ഇജ്തിമാഉ മുംകിനായത് അഹ്യൈനാഹു എന്ന ആ ഇസ്തിആറത്തിലാണ്.
കാരണം ഇതിൽ മയ്യിത്ത് ലാ യൂസഫു ബിൽ ലലാലി, ലലാല് കൊണ്ട് വസ്ഫ് പറയപ്പെടൂല. മയ്യിത്തും ലലാലും ഒരു ശൈയിൽ ഒരുമിച്ച് കൂടൂല. കണ്ടോ? പിന്നെ വൽ തുസമ്മൽ ഇസ്തിആറത്തുല്ലത്തി, ഒരു ഇസ്തിആറത്തിന് പേര് പറയണം. അല്ലത്തി, എങ്ങനത്തെ ഇസ്തിആറത്ത് യുംകിനു ഇജ്തിമാഉ തർഫൈഹ, ആ ഇസ്തിആറത്തിന്റെ രണ്ട് തർഫ് ഒരുമിച്ച് കൂടൽ ഇംകാനുണ്ട്. അങ്ങനത്തെ ഇസ്തിആറത്തിന് പേര് പറയട്ടെ. ഫീ ഷൈഇൻ, ഒരു ഷൈഇൽ ഒരുമിച്ച് കൂടൽ ഇംകാനുണ്ട്. വിഫാഖിയത്ത് എന്ന് വിഫാഖിയത്തൻ, എന്താ ലിമാ ബൈന തർഫൈനി, രണ്ട് തർഫിലുള്ള ഒന്നിനു വേണ്ടി, മിനൽ ഇത്തിഫാഖി ഒരുമിച്ച് കൂടലാൽ. ഇനി ഇമ്മാ മുംതനിഉൻ, ഒന്നുകിൽ മുംതനി ആയിരിക്കും. അത്ഫുൻ അലാ ഇമ്മാ മുംകിനുൻ, ഇമ്മാ മുംകിനുൻ എന്നതിനെ അത്ഫാണ്. ഇതുപോലെ കസ്തിആറത്തി ഇസ്മിൽ മഅദൂമി, മഅദൂമിന്റെ ഇസ്മിനെ വായ്പ വാങ്ങും പോലെ ലിൽ മൗജൂദി, മൗജൂദിനിക്ക് മൗജൂദിന് മഅദൂമിന്റെ ഇസ്മിനെ വായ്പ വാങ്ങാം. ലി അദമി ഖനാഇഹി, ഈ മൗജൂദിൽ ഉപകാരമില്ലാത്തതിന് വേണ്ടി, അവൻ ഉണ്ടാവലും ഇല്ലാതിരിക്കലും സമമാണ്. ഹുവൈ ഖനാ എന്ന് പറഞ്ഞ ബിൽ ഫത്ഹി, ഫത്ഹു കൊണ്ടാൻ നഫു, ഐൽ ഇന്തിഫാഇൻ നഫി ഫീ ദാലിക്കൽ മൗജൂദി, ആ മൗജൂദിൽ ഉപകാരമില്ലാത്തതിന് വേണ്ടി. കമാഫിൽ മഅദൂമി, മഅദൂമിലുള്ളതുപോലെ. വലാ ശക്ക, സംശയമില്ല, അന്ന ജിത്തിമാൽ ഉജൂദി വല്ലദമി, ഉജൂദും വദമും ഒരുമിച്ച് കൂടൽ ഫീ ഷൈഇൻ, ഒരു ഷൈഇൽ ഒരുമിച്ച് കൂടൽ മുംതനി ആണല്ലോ. വകദാലിക, എങ്ങനെ തന്നെ മുംതനിയാണ് ഇസ്തിആറത്തുൽ മൗജൂദി, മൗജൂദിനെ വായ്പ വാങ്ങാൻ. ലിമൻ ഉദിമ, മഅദൂമിനിക്ക്, ലിമൻ ഒരാൾക്ക്, ഉദിമ അവൻ ഇല്ലാത്തവനാണ്, വഫുഖിദ അവൻ ഇല്ലാതെയാക്കപ്പെട്ടവനാണ്. അപ്പോൾ മഅദൂമിനിക്ക് മൗജൂദിനെ വായ്പ വാങ്ങാം. അതും ഇങ്ങനെ തന്നെയാണ്. ഇജ്തിമാഉ മുംതനി ആണ്. പക്ഷെ അവിടെ വായ്പ വാങ്ങാൻ ഒരു കാരണമുണ്ട്. ലാക്കിൻ, എങ്കിലും ഈ മഅദൂമിനിക്ക് എങ്ങനെ മൗജൂദ് ഇല്ലാത്തവൻ ഉള്ളവനെ പോലെ. അത് ലാക്കിൻ ബഖിയത്ത് ആസാറുഹുൽ ജമീലത്തു, ആ മഅദൂമിന്റെ ഭംഗിയായ അവന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ബാക്കിയായിട്ടുണ്ട്. അല്ലത്തി, എങ്ങനത്തെ ആസാറ്, തുഹയി, ആ ആസാറുകൾ ഹയാത്താക്കുന്നു. പിന്നെ ദിക്റഹു, അവന്റെ സ്മരിക്കലിനെ. തുദീമു ഫിന്നാസ് ഇസ്മുഹു, ജനങ്ങളിൽ അവന്റെ ഇസ്മിനെ ദായിമാക്കുന്നു. വജഅൽനി ലിസാന സിദ്ഖിൻ എന്ന് പറഞ്ഞല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വജഅൽനി, എന്നെ നീ ആക്കണം, പിൻകാലക്കാരിൽ ലിസാന സിദ്ഖിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തുത്യാർഹമായ പ്രശംസ. അപ്പൊ മഹാന്മാരൊക്കെ മൗത്തായിപ്പോയാലും അവർ ഇന്നും ഹയാത്തുള്ളത് പോലെയാണ്. അങ്ങനെയാണല്ലോ. പിന്നെ വൽ തുസമ്മൽ ഇസ്തിആറത്തുല്ലത്തി ലാ യുംകിനു ഇജ്തിമാഉ തർഫൈഹാ, വൽ തുസമ്മൽ ഇസ്തിആറത്തു, ഒരു ഇസ്തിആറത്തിന് പേര് പറയപ്പെടട്ടെ. അല്ലത്തി, അങ്ങനത്തെ ഇസ്തിആറത്ത് ലാ യുംകിനു ഇജ്തിമാഉ തർഫൈഹാ, അതിന്റെ രണ്ട് തർഫ് ഒരുമിച്ച് കൂടൽ ഇംകാനില്ല. ഫീ ഷൈഇൻ, ഒരു ഷൈഇൽ. അതിന് ഇനാദിയത്തൻ, ഇനാദിയത്ത് എന്ന് പേര് പറയട്ടെ. ലി തആനുദി തർഫൈനി, രണ്ട് തർഫ് തമ്മിൽ എതിരായതിനു വേണ്ടി. വംതിനാ ഇജ്തിമാഇഹിമ, രണ്ടും ഒരുമിച്ച് കൂടൽ മുംതനിയായതിനു വേണ്ടി. പിന്നെ വമിന്ന ഐ മിനൽ ഇനാദിയത്തിൽ ഇസ്തിആറത്തി, കേട്ടോ, അല്ല, വമിന്ന ഐ മിനൽ ഇനാദിയത്തി, ഇനാദിയത്തിൽ പെട്ടതാണ്, ഒരുമിച്ച് കൂടൽ മുംതനിയായതിൽ പെട്ടതാണ്. അൽ ഇസ്തിആറത്തു തഹക്കുമിയ്യത്തു തംലീഹിയ്യത്തു, തഹക്കുമിയ്യത്തും തംലീഹിയ്യത്തുമായ ഇസ്തിആറത്ത്. അത് മുമ്പ് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. എവിടെ? ആ വിഷയം മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. 338 പേജിൽ തഹക്കുമിയത്തും പിന്നെ അതുപോലെ തന്നെ ഈ തംലീഹിയത്തും പേജ് 300
38 മുമ്പ് പറഞ്ഞു പോയി. അവിടെ എന്താ പറഞ്ഞത്? 338 വഅലം അന്നഹു ഖദ് യുന്തസഉ ശബഹു മിനത് തലാദി ലിശ്തിറാക്കിൽ ലിദ്ദൈനി ഫീഹി സുമ്മ യുൻസലു തലാദു മൻസിലത്ത തനാസുബി ബിവാസിത്തത്തി തംലീഹിൻ ഔ തഹക്കുമിൻ ഫയുഖാലു ലിൽ ജബാനി മാ അശ്ബഹഹു ബിൽ അസദി. ഒരു ഭീരുവിനെ സംബന്ധിച്ച് അവൻ വല്ലാത്ത നരി തന്നെ. ഒലിൽ ബഹീലി, ഒരു പിശുക്കനെ സംബന്ധിച്ച് ഇന്നഹു ഹാത്തിം, അവന് ധർമ്മിഷ്ഠനാണ് കേട്ടോ എന്നെല്ലാം പറഞ്ഞത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് 338 പേജിൽ. അപ്പൊ അങ്ങനെയുള്ളോടത്ത് ഇസ്തിആറത്ത് നടത്തി തലാദിനെ തനാസുബിന്റെ സ്ഥാനത്ത് ഇറക്കിയിട്ട് ഒരു ജബാലിനെ അസദിനോട് തശ്ബീഹാക്കി. അവിടെ എന്താണ് ഈ ജബാന് വീരുത്വവും ശജാഅത്തും തമ്മിൽ എതിരാണല്ലോ. അതിനെ തനാസുബിന്റെ സ്ഥാനത്താണ്ട് ഇറക്കി. അത് മുമ്പ് 338 പേജ് നോക്കുക കേട്ടോ. ആ വിഷയം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ സബക്ക് 251 സബക്കിൽ അത് വിവരിച്ചിട്ടും ഉണ്ട്. 251 സബക്കിൽ അത് വിവരിച്ചിട്ടും ഉണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ അത് ഇനാനിയത്തിൽപ്പെട്ടതാണ്. വഹുമ, ഈ തഹക്കുമിയത്തും തംലീഹിയത്തും ഒന്നാണ്. ഉസ്തുഅ്മില, അതിനെ പെരുമാറപ്പെട്ടു, ഫീ ലിദ്ദിഹി, അതിന്റെ ലിദ്ദിൽ, അതായത് അയ്യൽ ഇസ്തിആറത്തു, അതൊരു ഇസ്തിആറത്താണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇസ്തിആറത്താണ്. അല്ലത്തി, എങ്ങനത്തെ ഇസ്തിആറത്ത്? ഉസ്തുഅ്മിലത്ത്, ആ ഇസ്തിആറത്തിനെ ഉപയോഗിക്കപ്പെട്ടു, ഫീ ലിദ്ദി മൈനാഹ, അതിന്റെ മൈനാന്റെ ലിദ്ദിൽ, അൽ ഹഖീഖിയായ മൈനാന്റെ ലിദ്ദിൽ, ഹഖീഖിയായ മൈനാന്റെ ലിദ്ദിൽ ഉപയോഗിച്ചു. ഔ നഖീലിഹി, അല്ലെങ്കിൽ ഹഖീഖിയായ മൈനാന്റെ നഖീലയിൽ ഉപയോഗിച്ചു. നഖീലയിൽ ഉപയോഗിച്ചു. ലിമാ മറ, മുമ്പ് കഴിഞ്ഞു പോയതിന് വേണ്ടി. അതിൽ തെൻസീലി തലാദി അവി തനാക്കുലി, തലാദ് തനാക്കുലിനെ ഇറക്കിയതിന് വേണ്ടി മൻസിലത്തെ തനാസുബി, തനാസുബിന്റെ സ്ഥാനത്തിറക്കി. ബി വാസിത്തറ്റി തംലീഹിൻ, രസകരമായി സംസാരിക്കൽ എന്ന വാസിത്ത കൊണ്ട്. ഔ തഹക്കുമിൻ, അല്ലെങ്കിൽ പരിഹാസത്തോടുകൂടെ സംസാരിക്കുന്ന വാസിത്ത കൊണ്ട്. അലാമാ സബക്ക തഹക്കീഖുഹു, അതിന്റെ തഹക്കീക്ക് മുൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. അലാമാ സബക്ക തഹക്കീഖുഹു, അതിന്റെ തഹക്കീക്ക് സാബിക്കായിട്ടുണ്ട് എന്നതിന്റെ മേൽ. ഫീ ബാബി തശ്ബീഹി, തശ്ബീഹിന്റെ ബാബില്. അതാണ് 338 പേജിൽ. നമ്മുടെ സബക്ക് 251 ക്ലാസ്സിലും അത് കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലിദ്ദിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ നഖീലയിൽ ഉപയോഗിക്കുക എന്നാ പറഞ്ഞത്. ലിദ്ദില് നഖീലയില്. എന്താ ലിദ്ദും നഖീലയും തമ്മിൽ വ്യത്യാസം? ഇവിടെ ദസൂഖി 478 കാണാം. ഖൗലുഹു ഫീ ലിദ്ദി മഅനാഹൽ ഹഖീഖിയ്യ ഔ നഖീലിഹി അൽലിദ്ദാനി ഹുമ അൽ അംറാനിൽ ഉജൂദിയാനി. ലിദ്ദാനി എന്ന് പറഞ്ഞാൽ ഉജൂദിയായ രണ്ട് കാര്യങ്ങളാണ്. അല്ലദാനി ലാ യജ്തമിആനി, അത് രണ്ടും ഒരുമിച്ച് കൂടൂല. പക്ഷെ വഖദ് യർതഫിആനി, അത് രണ്ടും അത് രണ്ടിന്റെ റഫ ഉണ്ടാവും, ഒരുമിച്ച് കൂടൂല എന്ന് മാത്രം. വന്നക്കീലാനി എന്ന് പറഞ്ഞാൽ അൽ അംറാനില്ലദാനി ലാ യജ്തമിആനി വലാ യർതഫിആനീന, അത് രണ്ടും ഒരുമിച്ച് കൂടുകയുമില്ല, രണ്ടും ഉയരുകയുമില്ല, രണ്ടാളൊന്നും ഉണ്ടാവണം. പക്ഷേ ഈ നക്കീലാനിയിൽ വാഹദുഹുമാ വുജൂദിയും വല്ലാഹറു അദമിയുമായിരിക്കും. ലിദ്ദാനിയിൽ രണ്ടും വുജൂദിയാവണം. അപ്പോൾ നക്കീലയും ലിദ്ദും തമ്മിലുള്ള ഫർക്കാണ് ഇവിടെ പറഞ്ഞത്.
ദസൂക്കി 4:78 നോക്കിയാൽ കാണാം. പിന്നെ നഹ്വു ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അദാബ് അലീം കൊണ്ട്, അലീമായ അദാബ് കൊണ്ട് അവരെ സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ സന്തോഷ വാർത്ത? അലീമായ അദാബ് കൊണ്ട് സന്തോഷ വാർത്തയല്ലല്ലോ, താക്കീതാണല്ലോ ഉണ്ടാകുക. ഐ അന്തിറുഹും എന്നാണ് അവിടുത്തെ അർത്ഥം. അപ്പോ ഇന്ദാറിക്ക് ബിശാറത്തിനെ പറഞ്ഞു. അതിവിടെ തഹക്കുമുമാവാം തംലീഹുമാവാം. ഇവിടെ ഉസ്തുഈറത്തിൽ ബിശാറത്തു ഫബശ്ശിർ, ആദ്യം മസ്തറിലാണല്ലോ ഇസ്തിആറത്ത് നടത്തേണ്ടത്. ബിശാറത്തിന് വായ്പ വാങ്ങി, ബശ്ശിറിന്റെ മസ്തറായ ബിശാറത്തിന്. അല്ലത്തി എങ്ങനത്തെ ബിശാറത്ത്? ബിശാറത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇഖ്ബാറു അറിയിക്കലാണ്, ബിമാ ഒരു കാര്യം കൊണ്ട് അറിയിക്കലാണ്, യുദ്ഹിറു ആ കാര്യം വെളിവാക്കും, സുറൂ അല്ലെ, യുദ്ഹിറു പിന്നെന്താണ്, സുറൂറൻ, അവിടെ അലിഫ് വേണം, യുദ്ഹിറു സുറൂറൻ ഫിൽ മുഖ്ബരി ബിഹി, ഏതൊരു കാര്യം കൊണ്ടാണോ സംസാരിച്ചത് ആ വിഷയത്തിൽ ഒരു സന്തോഷത്തെ വെളിവാക്കും. ആരുടെ മുഖത്തിൽ? മുഖബറിന്റെ മുഖത്തിൽ ഒരു സന്തോഷത്തിനെ വെളിവാക്കും. മുഖബർ ബിഹിയിൽ ഒരു സന്തോഷം ഉണ്ടാക്കും. ആരിൽ സന്തോഷമുണ്ടാക്കും? മുഖബറിൽ സന്തോഷമുണ്ടാക്കും. ഏതൊരു കാര്യം കൊണ്ടാണോ നമ്മൾ സംസാരിക്കുന്നത് ആ കാര്യത്തിൽ ആരോടാണോ സംസാരിക്കുന്ന ആ മുഖബറിന്റെ മുഖത്തിൽ ഒരു സന്തോഷത്തെ വെളിവാക്കും. അതാണ് ബിശാറത്ത്. അതിനലിൽ ഇന്ദാറിനിക്ക് വായ്പ വാങ്ങി, എന്നിട്ട് അന്തിറുഹും എന്ന് പറയുന്നിടത്ത് ബശ്ശിറുഹും എന്ന് പറഞ്ഞു. അല്ലത് എങ്ങനത്തെ ഇന്ദാറ് ഹുവ ലിദ്ദുഹ, ആ ബിശാറത്തിന്റെ ലിദ്ദാണ് ഇന്ദാറ്. അതെങ്ങനെ? ബി ഇദ്ഖാലിൽ ഇന്ദാരി, ഇന്ദാറിനെ കടത്തി ഫി ജിൻസിൽ ബിശാറത്തി, ബിശാറത്തിന്റെ ജിൻസിൽ കടത്തി, ബിശാറത്തിന്റെ ജിൻസിൽ കടത്തി. അലാ സബീലി തഹക്കുമി വൽഇസ്തിഹ്സായി, കളിയാക്കൽ പരിഹസിക്കൽ എന്ന സബീലനുസരിച്ച്. ഇനി രസകരമായി തംലീഹും ആക്കാം അവിടെ കേട്ടോ. അതാണ് അവിടെ ഇവിടെ 338 പേജിൽ പറഞ്ഞല്ലോ, സുമ്മ യുൻസലു തലാദു വഇലം ഖദ് യുൻദസഉ ശബഹു മിൻ ജിൻ നഫ്സി തലാദി ലിസ്തിറാഖിൽ ലിദ്ദൈനി ഫീഹി. രണ്ട് ലിദ്ദും ഈ തലാദിൽ കൂറാണ്. ഒന്ന് മറ്റേതിന്റെ ലിദ്ദാണ്, ഓരോന്നും മറ്റതിന്റെ മുലാദാണ് എന്ന വിഷയത്തിൽ കൂറാണല്ലോ. എന്നിട്ട് ഈ തലാദിനെ തനാസുബിന്റെ സ്ഥാനത്തിറക്കി. തലാദ് തനാസുബിന്റെ സ്ഥാനത്തിറക്കി തംലീഹിന്റെ വാസിത്ത കൊണ്ട്. അപ്പോ ഇന്ദാറിന്റെ എതിരാണ് ബിശാറത്ത്, ബിശാറത്തിന്റെ എതിരാണ് എന്ത്? ഇന്ദാറ്. അപ്പൊ മുശബ്ബഹു ബിഹി ആകുന്ന ബിശാറത്തിന്റെ ജിൻസിൽ ഏതിനെ ഇറക്കി? ഇന്ദാറിനെ ഇറക്കി. അതായത് തനാസുബിന്റെ സ്ഥാനത്തിറക്കൽ അങ്ങനെയാണ്. എന്നിട്ട് അന്തിർഹും എന്ന് പറയുന്നിടത്ത് ബശ്ശിർഹും എന്ന് പറഞ്ഞു. അപ്പൊ ബിശാറത്തും ഇന്ദാറും ഒരു ശൈലിൽ ഒരുമിച്ച് കൂടൂല. അതാണത് തഹക്കുമിയ ഇസ്തിആറത്തും തംലീഹിയ ഇസ്തിആറത്തും ഹിനാനിയത്തിൽ പെടാനുള്ള കാരണം. ഒക്കെ കൗലിക്കാരിന്റെ വാക്കുപോലെ റഅയ്തു അസദൻ, ഞാൻ അസദിനെ കൊണ്ടു. അന്താ നീ തുരീദു ജബാനൻ, ഒരു ബീരൂരിയാണ് ഉദ്ദേശിക്കുന്നത്. അലാ സബീലി തംലീഹി വൽ ലറാഫത്തി, ഒരു രസകരമായി പറയുക. തംലീഹുൽ ലറാഫത്ത് ഒന്ന് തന്നെ എന്ന വഴിയിൽ. ഞാൻ തഹക്കുമും ഇസ്തിഹ്സാവും അങ്ങനെയും ആക്കാം. അത് നമ്മുടെ മുറാദ് പോലെയാണത്. പരിഹസിക്കലാണെങ്കിൽ അത് തംലീഹിയത്തായി, അല്ല രസകരമായി പറയുകയാണെങ്കിൽ തംലീഹിയത്താകും, അല്ലെങ്കിൽ തഹക്കുമിയത്താകും. വലാ യഖ്ഫാ ഇംതിനാഉ ഇജ്തിമാഇ തബ്ശീരി വൽ ഇൻദാരി, തബ്ശീറും ഇൻദാറും ഒരുമിച്ചുകൂടൽ മുംതനി ആണെന്ന വിഷയത്തിൽ അവ്യക്തതയില്ല. മിൻ ജിഹത്തിൻ വാഹിദ്, ഒരു ജിഹത്തിലൂടെ. രണ്ട് ജിഹത്തിലൂടെ ഒരുമിച്ച് കൂടാം, ഒരു ജിഹത്തിൽ അത് രണ്ടും ഒരുമിച്ച് കൂടൂല. വഖദ ശജാഅത്തും ജുബുലും,
ഭീരുത്വവും ധീരതയും ഒരു ജിഹത്തിൽ ഒരുമിച്ച് കൂടൂല. പിന്നെ